السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഒന്നരായ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, രക്ഷിതാക്കൾ, അല്ലാഹു നമ്മുടെ ഈ സംഗമം കബൂലാക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ ദീനിൻ്റെ ഖാദിമികളാവാനുള്ള ശേഷിയും വിജ്ഞാനവും നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് യഥാർത്ഥ വിശ്വാസികൾ ആരാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനുള്ളത്. പരിശുദ്ധ ഖുർആനിലെ 23-ാമത്തെ അധ്യായം അൽ മുഅ്മിനൂൻ എന്നാണ് അതിൻ്റെ പേര്. യഥാർത്ഥ വിശ്വാസികൾ ആരാണ് എന്ന് പഠിപ്പിക്കുന്ന അതിൻ്റെ പ്രത്യേകിച്ചും ആദ്യ ഭാഗങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. അവയിൽ പറയുന്ന വിശ്വാസി ലക്ഷണം നമ്മുടെയൊക്കെ ജീവിതത്തിലും ശരീരത്തിലും പ്രവൃത്തികളിലുമൊക്കെ കടന്നു വരുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതും പ്രധാനമാണ്. ഖുർആനിൽ വിശ്വാസികളെക്കുറിച്ച് മറ്റിടങ്ങളിലും നിരവധിയായി പറയുന്നുണ്ട്. അങ്ങോട്ട് തീരെ ശ്രദ്ധിക്കാതെ, കാരണം ഈ 10-11 ആയത്തുകൾ തന്നെ ചർച്ച ചെയ്യാന്നുള്ളത് 1 മണിക്കൂറിൻ്റെ പരിധിയിൽ വരും എന്ന് എനിക്ക് തോന്നണില്ല. അതുകൊണ്ട് തന്നെ വിശ്വാസികളുമായി ബന്ധപ്പെട്ട അവരുടെ വിശേഷണങ്ങളും സ്വഭാവങ്ങളും ഒക്കെ വിശദീകരിക്കുന്ന പരിശുദ്ധ ഖുർആനിലെ മറ്റു ഭാഗങ്ങളിലേക്ക് വളരെ അത്യാവശ്യമായ ഘട്ടത്തിൽ മാത്രം തിരിഞ്ഞു നോക്കി ബാക്കി നമ്മുടെ ചർച്ചയും വിശദീകരണവുമെല്ലാം ഈ 23-ാം അധ്യായത്തിൻ്റെ ആമുഖത്തിൽ തന്നെ കേന്ദ്രീകരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ നമുക്കത് തീർക്കണം, അല്ലെങ്കിൽ അടുത്ത സന്ദർഭങ്ങളിൽ അതേക്കുറിച്ച് നമുക്ക് സംസാരിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ അധ്യായത്തിൽ അല്ലാഹു ഇത് സമാരംഭം കുറിക്കുന്നത് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന ഒരു പ്രഖ്യാപനത്തോടുകൂടെ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്നാൽ അതിൻ്റെ ലളിതമായ സാരെന്താണ്? വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. വിശ്വാസികൾ വിജയിച്ചു എന്ന് പറയുമ്പോൾ പരിശുദ്ധ ഇസ്ലാം പ്രാധാന്യത്തോടുകൂടെ കാണുന്ന വിജയം പരലോകത്താണ്. എന്ന് വെച്ച് ഈ ഭൗതികമായ ലോകത്തെ, ഇവിടെയുള്ള വിജയങ്ങളെ, ഇവിടെയുള്ള അനുഭൂതികളെ, അനുഭവങ്ങളെ ഒന്നും പാടെ ഉപേക്ഷിക്കാനോ നിഷേധിക്കാനോ അതിൽ നിന്ന് മാറി നിൽക്കാനോ മതം പറയുന്നേയില്ല. അങ്ങനെ വരുമ്പോൾ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങൾ എല്ലാ തലത്തിലും, എല്ലാ ലോകത്തും, എല്ലാ സന്ദർഭത്തിലും വിജയിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അടിസ്ഥാനപരമായി വിശ്വാസം സ്വീകരിക്കുക എന്ന മഹത്തായ കർമ്മം, ആദർശം ഉൾക്കൊള്ളുക എന്ന മഹത്തായ ഭാഗ്യം വിശ്വാസിയിൽ സംഭവിക്കുന്നതോടുകൂടെ തന്നെ അവൻ്റെ വിജയം തുടങ്ങുകയാണ്. കാരണം ദൈവദത്തമെന്ന് ഉറപ്പുള്ള ഒരു ആദർശമാണ് പരിശുദ്ധ ഇസ്ലാം. അതിൻ്റെ പ്രമാണങ്ങൾ സുഭദ്രങ്ങളാണ്. ഇത് ഒരു അവകാശവാദമൊന്നുമല്ല. അതിൻ്റെ പ്രധാന പ്രമാണമാകുന്ന പരിശുദ്ധ ഖുർആൻ മനുഷ്യാതീതമാണ്, മനുഷ്യൻ്റെ കഴിവുകളെ നിഷ്പ്രഭമാക്കുന്നതാണ്. അത് എന്നെന്നും പ്രസക്തവും ഏത് കാലത്തെയും ഏത് ജനങ്ങൾക്കും അവരുടെ ജീവിത പദ്ധതിയായി ഉൾക്കൊള്ളാൻ പറ്റുന്നതുമാണ്. പല അവസരങ്ങളിൽ നമ്മൾ അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കില്ല. പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വിശ്വാസ കാര്യങ്ങൾ അത് മനുഷ്യന് ഭൗതികമായും ആത്മികമായും വളരെ പുരോഗതി നൽകും. അവനെ വലിയ പ്രതീക്ഷയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകും. സദാസമയവും ധർമ്മനിഷ്ഠനായി ജീവിക്കാൻ അത് അവനെ പ്രേരിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു. കാരണം ഈമാൻ കാര്യത്തിൽ ഒന്നാമത്തേത് അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസമാണ്. ആരാണ് അള്ളാഹു? സർവശക്തനായ, നമ്മെ എപ്പോഴും വീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്ന, നമ്മുടെ ഓരോ ചെറുചലനവും കൃത്യമായി മനസ്സിലാക്കുന്ന, അത് രേഖപ്പെടുത്താൻ പ്രത്യേകമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയ, അതനുസരിച്ച് കണക്കും ചോദ്യവും അതിൻ്റെ വിലയിരുത്തലും നടത്തുന്ന അല്ലാഹുവിനെ ഉൾക്കൊണ്ട് യഥാവിധി പരിശുദ്ധ ദീൻ ഉൾക്കൊണ്ട് ജീവിക്കുന്നവർക്ക് പരലോകത്ത് അവസാനിക്കാത്ത പ്രതിഫലവും വിരുദ്ധമാകുന്ന ആളുകൾക്ക് ശിക്ഷയും നൽകുന്ന, നമുക്കൊരിക്കലും
അതിജയിക്കാനാവാത്ത ഒരു ദാത്ത് ഇലാഹ് വിശ്വാസി അവൻ്റെ ഹൃദയത്തിൽ എപ്പോഴും കൊണ്ടു നടക്കുന്നു. അതുകൊണ്ട് തന്നെ അവന് അധർമ്മങ്ങളിലേക്ക് പോകാൻ കഴിയില്ല, അശ്ലീലങ്ങളിലേക്ക് പോകാൻ കഴിയില്ല, അവരനെ അപഹസിക്കാൻ കഴിയില്ല, അവൻ അന്യന്റെ മുതൽ അപഹരിക്കാനാകില്ല. ഒരു വ്യക്തിയെ അകാരണമായി ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ശിക്ഷ കൊടുക്കാനോ ഒന്നും മനുഷ്യന്, വിശ്വാസിയായ വ്യക്തിക്ക് സാധ്യമല്ല. പിന്നീട് ഓരോന്നും നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കും. അവൻ എപ്പോഴും എനർജറ്റിക് ആയിരിക്കും. കാരണം മതം അവനെ അതിനാണ് പ്രേരിപ്പിക്കുന്നത്. അവൻ റബ്ബിന്റെ മുമ്പിൽ അവൻ്റെ ആത്മാവിനെ സമർപ്പിച്ചുകൊണ്ടേയിരിക്കും. അത് കാരണം അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും വിശുദ്ധി നിലനിൽക്കും. ഭാര്യയെ സ്നേഹിക്കും, മക്കളെ പരിഗണിക്കും, അവർക്ക് വേണ്ടി ജീവിതം അവൻ മാറ്റിവെക്കും, ജീവത്യാഗം ചെയ്യാൻ വരെയും അവൻ തയ്യാറാകും. ഇതാണ് വിശ്വാസി. അതുകൊണ്ട് ലോക ചരിത്രം മുഴുവൻ പരിശോധിച്ചാൽ വിശ്വാസികൾ വിജയിച്ചിട്ടേയുള്ളൂ, നിരാശപ്പെടുന്നത് നമുക്ക് കാണാനേ ആകില്ല. ചില ബോധങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാവും, എന്തുകൊണ്ട് അങ്ങനെ, എന്തുകൊണ്ട് അവിടെ എന്നൊക്കെ. അതൊക്കെ പടച്ച റബ്ബ് തന്നെ നമുക്ക് മുൻകൂട്ടി നിശ്ചയിച്ച് തന്ന, പറഞ്ഞു തന്ന, ബോധിപ്പിച്ച, അതിനെ നിങ്ങൾ തരണം ചെയ്യേണ്ടി വരുമെന്ന് കൃത്യമായി പരിശുദ്ധ വേദത്തിലൂടെ പലയാവർത്തി പറഞ്ഞ ചില പരീക്ഷണങ്ങളാണ്. ഞാനതിൽ കൂടുതലായിട്ട് ആ ഭാഗത്ത് ചുറ്റിത്തിരിയല്ല. അപ്പൊ വിശ്വാസി വിജയിച്ചിരിക്കുന്നു. ഇസ്ലാം ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ തന്നെ അവൻ്റെ ഭൗതികവും ആത്മികവുമായ എല്ലാ പുരോഗതിയിലേക്കും വിജയത്തിലേക്കും ആവശ്യമായ ദൈവികമായ സംവിധാനത്തെ ഉൾക്കൊള്ളുക എന്നാണ്. അതാണ് ഇസ്ലാമിൻ്റെ നിർവചനം. അങ്ങനെയാണ് ഇബ്നു ഹജർ ഹൈതമി തങ്ങളെ പോലെയുള്ളവർ തുഹ്ഫത്തുൽ മുഹ്താജ് പോലെയുള്ള ഗ്രന്ഥങ്ങളുടെ ആമുഖത്തിൽ തന്നെ പറയുന്നത്, വളുഉൻ ഇലാഹിയുൻ സായിഖുൽ ലിദവിൽ ഉഖൂലി ഇലാ മാ ഹുവ ഖൈറുൽ ലഹു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണപ്രദം ഏതാണോ അങ്ങോട്ട് അവനെ നയിക്കുന്ന, തെളിക്കുന്ന ഇലാഹിയായ സംവിധാനമാണ് ദീൻ. ഈ വിശ്വാസി വിജയിച്ചിരിക്കുന്നു. സാധാരണഗതിയിലുള്ളൊരു വിശ്വാസിക്ക് സമ്പൂർണ്ണമായ വിജയത്തിലേക്ക് എത്താൻ പറ്റും. ഞാൻ പറഞ്ഞു, വിശ്വാസിയുടെ ലക്ഷണം ഖുർആന്റെ പലയിടങ്ങളിൽ കാണുന്നുണ്ട്. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ വജിലത്തു ഖുലൂബുഹും ഇദാ തുലിയത് ആയാത്ത് ഇദാ ദുക്കിറല്ലാഹു വജിലത്തു ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാത്തുഹു സാദത്തുഹും ഈമാന. ഖുർആനിൽ ഒരിടത്ത് അങ്ങനെയാണ് പറയുന്നത്. അനിവാര്യമാകുമ്പോൾ മാത്രമേ ഖുർആന്റെ ഈ സൂറത്തു അൽ മുഅ്മിനൂനിന്റെ അപ്പുറത്തേക്ക് നോക്കുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആമുഖത്തിൽ തന്നെ. ഇത് വിശ്വാസിയുടെ ലക്ഷണമാണ്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും. അള്ളാഹുവിൻ്റെ നാമം അവനടുത്ത് പറയപ്പെട്ടാൽ, പ്രകീർത്തിക്കപ്പെട്ടാൽ, റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മ അവൻ്റെ മനസ്സിലേക്ക് എത്തുമ്പോൾ വജിലത്ത് ഖുലൂബുഹും, അവൻ്റെ ഹൃദയം പിടപിടയ്ക്കും, റീഫ്രഷ് ആകുന്ന അർത്ഥം. നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ കമ്പ്യൂട്ടറിനോളൊക്കെ ഒക്കുന്ന സംവിധാനങ്ങളൊക്കെ ഉള്ള മൊബൈൽ ഫോണുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് റീഫ്രഷ് ആകും. അതല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് താളഭംഗം ഉണ്ടാവും. വിശ്വാസി റബ്ബിനെ കുറിച്ച് കേൾക്കുമ്പോഴേക്ക് അവൻ്റെ ഹൃദയത്തിന് പടപടക്കലുണ്ടാകും, റീഫ്രഷ് ആക്കും. അതുവരെയും ഭൗതികമായ താല്പര്യങ്ങൾ കൊണ്ടും ഭൗതികമായ സംവിധാനങ്ങൾ കൊണ്ടും സാഹചര്യം കൊണ്ടും അവൻ്റെ ഉള്ളിലേക്ക് കയറിയ മനുഷ്യനെ വിജയത്തിൽ നിന്ന് തിരിച്ചു കളയുന്ന, തെറ്റിക്കുന്ന എല്ലാവിധ അധർമ്മങ്ങളിൽ നിന്നും ആ നിമിഷം വിശ്വാസി റീഫ്രഷായിട്ട് നല്ല സ്വതന്ത്രനാവും. അതുകൊണ്ടാണല്ലോ ഉമർ ഫാറൂഖ് തങ്ങളൊക്കെ മരണമെത്തുന്നു എന്ന് പറയാൻ വേണ്ടി മാത്രം ഒരു ജീവനക്കാരനെ നിയോഗിച്ചത്. എത്രമേൽ സൂക്ഷ്മമാണ് ആ ജീവിതം. മരണമെത്തുന്നു എന്ന് പറയാൻ, യാ അമീറൽ മുഅ്മിനീൻ യഅതീകൽ മൗത്ത്, വിശ്വാസികളുടെ നായക, അങ്ങേക്ക് മരണം വരാനിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടി മാത്രം ഒരു ജീവനക്കാരനെ വെച്ചു. എന്തിനാ? എപ്പോഴും ഇങ്ങനെ റീഫ്രഷ് ആയിക്കൊണ്ടിരിക്കണം. അദ്ദേഹം അത് പറയുമ്പോഴേക്ക് മനസ്സ് തപിച്ചു പോകണം. ഹൃദയം തൗബയുടെ അഗ്നി കൊണ്ട് ശുദ്ധീകരിക്കണം. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, 2 അഗ്നി കൊണ്ട്, തീ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ പൂർണ്ണതയിലേക്ക് എത്തിക്കണം. 2 തീ കൊണ്ട്, രണ്ടാലൊരു തീ ഉപയോഗിച്ച് നിങ്ങളുടെ ശരീരത്തിനെ പൂർണ്ണതയിലേക്ക് എത്തിക്കണം. ഇമാം ഗസാലി പറയുന്നത്, ഒന്നുകിൽ തൗബയുടെ അഗ്നി കൊണ്ട്. തൗബ അങ്ങനെയാണ്. അള്ളാഹുവിൻ്റെ മുന്നിൽ എല്ലാം സമർപ്പിക്കേണ്ട വിശ്വാസി റബ്ബിൻ്റെ ഔദാര്യം കൊണ്ടും അവൻ്റെ നിയമത്ത് കൊണ്ടും മാത്രം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ആ വ്യക്തി റബ്ബിന് വിരുദ്ധമായി അവൻ കാണുക, അവൻ്റെ നിയമത്തുകൾ ആവോളം ഉപയോഗിച്ചുകൊണ്ട്
പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തിന്റെ ദൗർബല്യത്തെ കുറിക്കുന്നു. എന്ന് വെച്ചാൽ അത്തരം അബദ്ധങ്ങൾ വന്ന ആളുകളെ പരിശുദ്ധ ഇസ്ലാം, മാനവികതയുടെ മതം സമ്പൂർണമായ വിജയത്തിൽ നിന്ന് തെന്നി മാറ്റുന്നില്ല, തള്ളി മാറ്റുന്നില്ല. നേരെ മറിച്ച് അവന് പിന്നെയും പൂർണ്ണതയിലേക്ക് എത്താനും ചെയ്തു കൂട്ടിയ വൻ പാപങ്ങൾ പോലും നന്മയായിട്ട് പരിവർത്തിക്കാനുമുള്ള മാർഗം ഈ വിശുദ്ധ മതം നമ്മുടെ മുമ്പിൽ വെക്കുന്നു. വളരെ മനോഹരമാണ് ആ ഒരു ആദർശം. 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിന്റെ 70-ാമത്തെ വാക്യം, ലമൻ താബ വആമന വഅമില അമലൻ സ്വാലിഹൻ ഫൗലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. തെറ്റ് ചെയ്ത ആളുകൾക്കുള്ള സഹിക്കാനാവാത്ത വിപത്തുകളെ കുറിച്ചും പരലോകത്തെ ശിക്ഷയെക്കുറിച്ചുമാണ് അതിന്റെ മുന്നേ പറയണത്. അള്ളാഹുവിന്റെ പ്രത്യേകമായ അടിയാറുകളെയാണ് അതിന്റെ മുന്നേ മുതൽ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. വഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗന എന്ന് പറഞ്ഞിട്ട് അതിന്റെ അവസാനം ഇങ്ങനെ പോന്ന് ഇതിന് വിരുദ്ധമായി ആരെങ്കിലും അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുവെങ്കിൽ അവന് വലിയ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. എന്നിട്ട് നരകത്ത് പോകുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അവനെ നരകത്തിലേക്കിടും. വയഖ്ലുദു ഫീഹി മുഹാന, അവൻ നിന്ദനായി നിസ്സാരനായി അവിടെ കഴിയേണ്ടി വരും. ഇതൊക്കെ പറഞ്ഞിട്ടില്ല മൻ താബ വആമന വഅമില അമലൻ സ്വാലിഹൻ, തൗബ ചെയ്ത് ഈ വൈകൃതങ്ങളിൽ നിന്ന് സമ്പൂർണമായി മാറുമ്പോൾ ഖുർആൻ തൗബയെ കുറിച്ച് തൗബത്തുൻ നസൂഹ് എന്നാണ് ഒരു സ്ഥലത്ത് പറയുന്നത്. എന്താ തൗബത്തുൻ നസൂഹ്? ഒരു മൃഗത്തിന്റെ അകിടിൽ നിന്ന് പാല് കറന്നെടുത്താൽ ആ പാല് അങ്ങോട്ട് തന്നെ പ്രവേശിപ്പിക്കുക എന്നത് സാധ്യമേ അല്ല. ചെറിയ അകിടാണ്, പക്ഷെ വലിയ ബക്കറ്റ് പാല് കിട്ടും. ഇത് എവിടുന്ന് വരുന്നു? വലിയൊരു അത്ഭുതമാണത്. ആ സാധനം പിന്നെ അങ്ങനെ തന്നെ അതിൻ്റെ അകത്തേക്ക് കടത്തുക എന്നുള്ളത് സാധ്യമേ അല്ല. അപ്രകാരം തൗബ ചെയ്ത വിശ്വാസി തെറ്റിലേക്ക് പുനഃപ്രവേശം ചെയ്യാതെ അവന്റെ ശരീരത്തെ തെറ്റിൽ നിന്ന് കാത്തു സൂക്ഷിക്കുന്നതാണ് തൗബത്തുൻ നസൂഹ്. അவ்விധം മനസ്സ് നിർമ്മലമാകുമ്പോൾ ആ വ്യക്തി പുതുക്കം പ്രാപിക്കുന്നു, അവന്റെ ജീവിതത്തിൽ വന്ന അപാകങ്ങൾ ഇല്ലാതെയാകുന്നു. അതുവരെയും ചെയ്തു കൂട്ടിയ തെറ്റുകളും കുറ്റങ്ങളും പടച്ച റബ്ബ് അവന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് നന്മയുടെ ഭാഗത്തേക്ക് ആഡ് ചെയ്യുന്നു. ഇമാം ഗസാലി തങ്ങൾ പറയാണ്, നമ്മുടെ തിന്മകളെ ഓർത്തിട്ട് ഹൃദയം ചൂട് പിടിച്ചിട്ട്, അതൊരു ആത്മീകമായ ഉഷ്ണത്തെ കുറിച്ചാണ് പറയണത്. തൊട്ടുനോക്കിയ പനി പോലൊന്നും അനുഭവപ്പെടൂല. ആ ചൂട് കൊണ്ട് നമ്മുടെ ശരീരത്തെ പൂർണ്ണതയിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ നരകാഗ്നി കൊണ്ട് പൂർണ്ണതയിലേക്ക് എത്തിക്കണം എന്നാണ്. അത് തമാശ പറഞ്ഞല്ല, കാര്യം തന്നെയാണ്. കാരണം വിശ്വാസത്തോടു കൂടെ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പാപങ്ങൾക്കുള്ള ശിക്ഷ അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കുന്നില്ലെങ്കിൽ അനുഭവിക്കേണ്ടി വന്നേക്കും. പല പല ശുപാർശകളെ കുറിച്ച് പരിശുദ്ധ ഇസ്ലാം പറയുന്നുണ്ട്. അതിനൊന്നും വിധേയനായില്ലെങ്കിൽ ചിലപ്പോൾ ആ തെറ്റിനുള്ള അത്രക്ക് ശിക്ഷ നമ്മൾ അനുഭവിക്കേണ്ടി വന്നേക്കും. പക്ഷെ അത് കഴിഞ്ഞാലും വിശ്വാസി നിത്യമായി നരകത്തിൽ കടക്കണില്ല. നരകത്തിൽ അവന് ഖുലൂദില്ല, നിത്യശായിത്വമില്ല. നേരെ മറിച്ച് അവൻ ചെയ്തു കൂട്ടിയ തെറ്റുകളുടെ ശിക്ഷ കഴിഞ്ഞാൽ അവനെ സ്വർഗത്തിലേക്ക് തന്നെ പ്രവേശിപ്പിക്കും. അപ്പൊ മനുഷ്യൻ പൂർണ്ണനായി. സ്വർഗത്തിലേക്ക് എത്തുന്നത് പൂർണ്ണ മനുഷ്യനാണ് എല്ലാ അർത്ഥത്തിലും. അതുകൊണ്ട് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു തമാശ പറയുന്നത്, ഇത് വെറുതെ കണ്ടപ്പോൾ നിങ്ങളൊന്നും സ്വർഗത്തിൽ കയറൂല എന്ന്. അവർക്ക് വലിയ സങ്കടമായി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് തിരുത്തി കൊടുത്തു. നിങ്ങൾ കയറൂല, പിന്നെ കയറുന്ന ആളുകളെല്ലാം വൈകല്യവും തീർന്ന് ഈ അകാല വൈദ്യവ്യത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർന്ന് പിന്നെ ഈ വാർദ്ധക്യ സഹജമായ ചുളിവും കേടൊക്കെ തീർന്ന് നല്ല ആരോഗ്യമുള്ള സുമുഖിയായിട്ടേ കയറുള്ളൂ. അപ്പോൾ വൈകല്യങ്ങളില്ലാത്ത സമ്പൂർണ്ണ ശരീരമാണ് സ്വർഗത്തിലേക്ക് പോണത്. ഒന്നെങ്കിൽ നരകത്തിലിട്ട് കേട് തീർക്കണം. തീ അങ്ങനെയാണല്ലോ, ഏറ്റവും നല്ല ശുദ്ധീകരണ വസ്തു അഗ്നിയാണ്. വെള്ളം ശുദ്ധീകരിക്കും, വായു ശുദ്ധീകരിക്കും, മണ്ണ് ശുദ്ധീകരിക്കും. പക്ഷെ ശുദ്ധീകരിക്കുന്നതോടുകൂടെ അവയൊക്കെ മലിനങ്ങളായി തീരും. അഗ്നി ശുദ്ധീകരിക്കും, പക്ഷെ അഗ്നി ഒരിക്കലും മാലിന്യമാവൂല. അഗ്നിയെ മലിനപ്പെടുത്താൻ ആർക്കുമേ ഏത് വസ്തുവിനും സാധ്യമല്ല. അതുകൊണ്ടാണ് അഗ്നി ശുദ്ധീകരണത്തിൽ ഏറ്റവും ഉന്നതിയിലേക്ക് എത്തുന്നത്. വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കേണ്ട ചില സംഗതികളുണ്ട്, മണ്ണ് കൊണ്ടുള്ളത് വേറെയുണ്ട്, വായു കൊണ്ടുള്ളത് വേറെയുണ്ട്. നമ്മുടെ വീടൊക്കെ ഇങ്ങനെ അടച്ചിട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിലാകെ ദുർഗന്ധം വരും, ഏറെ ദുഷിച്ചിട്ടുണ്ടാവും. അവിടെ നമ്മൾ വെള്ളം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല, നമുക്ക് മണ്ണ് കൊണ്ട് വേറെ എന്തെങ്കിലും പ്രവർത്തിക്കാൻ പറ്റൂല. അവിടെ ജനലൊക്കെ തുറന്നിട്ടിട്ട് വായു പ്രവേശിക്കണം. ആ വായു ഇങ്ങനെ പോയി ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അന്തരീക്ഷം വിശുദ്ധമാകും.
അപ്പോൾ ഓരോന്നും ശുദ്ധീകരിക്കാൻ പ്രത്യേകമായ സംവിധാനങ്ങളും സാഹചര്യങ്ങളും ഉണ്ട്. നമ്മളെ ഇരുമ്പൊക്കെ തുരുമ്പ് പിടിച്ച് നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഗ്നി കൊണ്ട് ശുദ്ധീകരിച്ച് കേട് തീർത്ത് നല്ല പക്കാ ഇരുമ്പാക്കി പക്കാ ഉരുക്കാക്കിയിട്ട് നമുക്കതിനെ മാറ്റാൻ പറ്റും. അതുകൊണ്ട് അഗ്നി ഒരിക്കലും മലിനാവൂല്ല. മൗലാന ഗസാലി തങ്ങൾ പറയാണ്, ഈ അഗ്നി ഉപയോഗിച്ച് നിങ്ങൾ പൂർണ്ണതയിലേക്ക് എത്തണം. അപ്പം നരകത്തിലിട്ട് പൊരിച്ചെടുക്കുമ്പോൾ ശരീരത്തിൻ്റെ കേടുപാടുകളൊക്കെ അങ്ങോട്ട് തീരും. പക്ഷെ ഒരു നിമിഷം പോലും അത് അസഹ്യമാണ്. അതുകൊണ്ട് മൗലാന ഗസാലി തങ്ങൾ മരണമെത്തുന്നതിൻ്റെ മുന്നേ നിങ്ങൾ തൗബയിലേക്ക് മടങ്ങാൻ പറയുന്നു. ഇഹ്യാഉലുദ്ദീനിലെ കഥയാണ് ഞാൻ പറഞ്ഞത്. മുക്കാശഫത്തുൽ ഖുലൂബ് എന്ന് പറയുന്ന വിശുദ്ധമായ മറ്റൊരു ഗ്രന്ഥമുണ്ട് മൗലാന ഗസാലി തങ്ങൾക്ക്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുമ്പോൾ തന്നെ അതിനേക്കാൾ വിശാലതയുള്ള തൗബയുടെ പ്രവേശന കവാടം സൃഷ്ടിച്ചതിനെ കുറിച്ച് മൗലാന ഗസാലി മുക്കാശഫത്തുൽ ഖുലൂബ് പറയുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോൾ തിന്മകൾ കൂടെ നന്മയായി മാറും. ഇങ്ങനെ മനുഷ്യന് സമ്പൂർണമായി വിശുദ്ധനാവാനുള്ള അവസരം ഈ ദർശനം നമ്മുടെ മുമ്പിൽ വെക്കുന്നു. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, ആത്മീകമായും ഭൗതികമായും വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. ഇനി വിശ്വാസികളുടെ ചില വിശേഷണങ്ങളാണ് പറയുന്നത്. ഇവർക്ക് പ്രത്യേകമായി അള്ളാഹു നൽകിയ കുറേ ഗുണങ്ങളെക്കുറിച്ച് ഖുർആനിൽ തന്നെ പലയിടങ്ങളിൽ പറയുന്നുണ്ട്. വബശ്ശിരിൽ മുഅ്മിനീന ബിഅന്ന ലഹും മിനല്ലാഹി ഫളൻ കബീറ. സൂറത്തുൽ അഹ്സാബിന്റെ 47-ാമത്തെ വാക്യം അതാണ്. വബശ്ശിരിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് സുവിശേഷം അറിയിക്കുക. ബിഅന്ന ലഹും മിനല്ലാഹി ഫളൻ കബീറ, അല്ലാഹുവിൽ നിന്ന് അവർക്ക് മഹത്തായ അനുഭവങ്ങൾ ലഭ്യമാവാനിരിക്കുന്നു, ശ്രേഷ്ഠതകളും പ്രതിഫലങ്ങളും ലഭിക്കാനിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഖുർആനിൻ്റെ പലയിടങ്ങളിൽ പറഞ്ഞ ആ മുഅ്മിനീങ്ങളുമായി ബന്ധപ്പെട്ട വാക്കുകൾ നമുക്ക് മാറ്റിവെച്ച് ഈ ഭാഗത്ത് വിശ്വാസികളുടെ ലക്ഷണം പറയുന്നതിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അല്ലദീന ഹും ഫീ സലാത്തിഹിം ഖാശിഊൻ. ആരാണ് യഥാർത്ഥ വിശ്വാസികൾ? ആരാണ് സമ്പൂർണ്ണമായി വിജയം നേടിയവർ? ഒന്നാമത്തെ വിശേഷണം അല്ലദീന ഹും ഫീ സലാത്തിഹിം ഖാശിഊൻ. അവർ അവരുടെ നിസ്കാരത്തിൽ സമ്പൂർണ്ണ ഭക്തരായിരിക്കും. ഒന്ന്, കൃത്യമായി അവരത് നിർവഹിക്കും. രണ്ടാമത്തേത്, അള്ളാഹുവിൻ്റെ കൽപ്പന മാനിച്ചു മാത്രമായിരിക്കും അവരുടെ നിസ്കാരം. ആരാൾ കാണട്ടെ എന്നുള്ള രീതിയിൽ നിസ്കാരം വരില്ല. അതിന് റിയാ എന്നാണ് പറയാം. അങ്ങനെ റിയാ നടത്തുന്ന ആളുകൾക്ക് നിസ്കാരം കൊണ്ട് നരകം കിട്ടുന്നതിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട് സൂറത്തുൽ മാഊനിൽ. റിയായിനെ കുറിച്ച് അബീബായ നബിതങ്ങൾ പറഞ്ഞത് അത് അശ്ശിർകുൽ അസ്ഗർ, ചെറിയ ശിർക്കാണെന്നാണ്, ബഹുദൈവാരാധനയാണെന്നാണ്. എന്തുകൊണ്ട് ബഹുദൈവാരാധന? പടച്ച റബ്ബിന് ഇഖ്ലാസോടുകൂടി അമൽ ചെയ്യണം. എല്ലാ അമലും അവന് വേണ്ടി മാത്രമായി നമുക്ക് സമർപ്പിക്കാനാവണം. ഏതെങ്കിലും ഒരാൾ കാണട്ടെ എന്ന് കരുതിയിട്ട് ഞാനൊരു നിസ്കാരക്കാരനാണെന്ന് അറിയട്ടെ എന്ന് കരുതി ആരെങ്കിലും നിസ്കരിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോടൊപ്പം ആ കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്കു കൂടി ഇവൻ ഇബാദത്ത് ചെയ്യുന്നു. സ്വാഭാവികമായും അത് ശിർക്കായി മാറുന്നു. അള്ളാഹുവിന് മാത്രം നൽകുന്നതിന് പകരം ആ വ്യക്തിയെ കൂടെ അവൻ ഈ ഇബാദത്തിൽ പങ്കുചേർക്കുന്നു. അപ്പൊ ചെറിയ ഷിർക്കിലേക്ക് അതെത്തും. വലിയ ഷിർക്കിനെ കുറിച്ച് നമുക്കറിയാം, അത് വിശദീകരിക്കേണ്ട സന്ദർഭമല്ല ഇത്. അപ്പൊ റിയാ എന്ന് പറയുന്ന പ്രകടനപരത, ലോകമാന്യം, അതില്ലാതെയായിരിക്കും അവന്റെ ഇബാദത്തുകൾ. അതാണ് ഖാശിഈൻ എന്നതിൻ്റെ ഒരർത്ഥം. മറ്റൊന്ന്, സമ്പൂർണമായി അവൻ അതിൽ ശ്രദ്ധിക്കും. ഒരു ചടങ്ങ് എന്ന രീതിയിൽ നിർവഹിച്ചു തീർക്കല്ല. ഒരുങ്ങി കിട്ടാനായിരിക്കും പലർക്കും പ്രയാസം. അങ്ങനെ നിന്ന് കുറേ സമയമൊക്കെ പോയിട്ട് ഒന്ന് ഒരുങ്ങി വന്ന് നിസ്കാരത്തിലേക്ക് നിന്നാൽ പിന്നെ 4 റക്അത്തൊക്കെ നിർവഹിക്കാൻ 2 മിനിറ്റ് തികച്ചു വേണ്ട, ട്രെന്ന് പറഞ്ഞിട്ട് പോകും. ഇത് ഒരു ബാധ്യത എന്ന രീതിയിൽ ചെയ്തു തീർക്കുക. പല ആളുകൾക്കും മടിച്ചു ഇങ്ങനെ നിൽക്കും. ഖുർആൻ അത് പറയുന്നുണ്ട്, ഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. നല്ല ഭക്തർക്കല്ലെങ്കിൽ നിസ്കാരം ഒരു ബാധ്യതയാണ്, ഒരു വലിയ ഭാരമാണ്. ഇന്നഹാ ലകബീറ, അത് വലിയ ഭാരം ചെയ്യുന്നു. അങ്ങോട്ട് ആയി കിട്ടൂല, അങ്ങോട്ട് നിർവഹിച്ചു കിട്ടൂല, അങ്ങനെ മടിച്ചിരിക്കും. പിന്നെ വായിച്ചു നോക്കിയിട്ട് ഇങ്ങനെ സമയം കളയും. ഇന്നഹാ ലകബീറ, അതൊരു വലിയ ബാധ്യതയാണ്, ഭാരാണ്. ഇല്ലാ അലൽ ഖാശിഈൻ, ഖാശിഈങ്ങൾക്കല്ലാതെ. ഖാശിഈങ്ങളാണെങ്കിലോ എന്തേ സമയം ആകാത്തൂന്ന് കരുതിക്കൊണ്ടേയിരിക്കും, എന്തേ ബാങ്ക് കൊടുക്കാത്തൂന്ന് വിചാരിച്ചു കൊണ്ടേയിരിക്കും.
അപ്പം അള്ളാഹുവിന് സമ്പൂർണ്ണമായി സമർപ്പിക്കേണ്ട വിശുദ്ധമായ ഒരു ആരാധനയാണ് നിസ്കാരം. എല്ലാ ആരാധനയും അള്ളാഹുവിന് സമ്പൂർണ്ണമായി സമർപ്പിക്കേണ്ടതാണ്. പക്ഷെ നിസ്കാരം മനുഷ്യനെ സംസ്കരിച്ചു കൊണ്ടിരിക്കാനുള്ള പ്രത്യേകമായൊരു സംവിധാനമാണ്. അപ്പം അതിൽ കൂടുതൽ സൂക്ഷ്മത ആവശ്യവുമാണ്. അതുകൊണ്ടാണ് മഹാനായ ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുന്നിൽ വന്ന് അന്നത്തെ ശത്രു വിഭാഗം ചോദിക്കുന്നത്, ഈ നിസ്കാരമാണോ ഞങ്ങൾ ആരാധിച്ചു വരുന്ന പ്രതിഷ്ഠിച്ചു വരുന്ന വിഗ്രഹങ്ങളെയും പൂർവികമായി ലഭ്യമായ ആരാധനാക്രമങ്ങളെയും ഉപേക്ഷിക്കാൻ താങ്കളോട് കൽപ്പിക്കുന്നത്? താങ്കളോട് കൽപ്പിക്കണത് എന്ന് വെച്ചാൽ നിസ്കാരം യഥാവിധി നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ മതവിരുദ്ധമായ കാര്യങ്ങളിൽ നിന്ന് മാറാൻ നിസ്കാരം തന്നെ നമ്മളെ സഹായിക്കും. അത് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. വഇന്നഹാ, ഈ പരിശുദ്ധമായ നിസ്കാരം തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, വൃത്തികേടിനെ തൊട്ടും വിരുദ്ധങ്ങളെ തൊട്ടും മാറ്റി നിർത്തുന്നു. അത് നമ്മളെ വിരോധിക്കുന്നു, നമ്മളെ സഹായിക്കുന്നു അതിൽ നിന്ന് മാറി നിൽക്കാൻ. അപ്പം നിസ്കാരം എന്തുകൊണ്ട് ഇങ്ങനെ എന്നൊക്കെ കുറേ ചർച്ചകളുണ്ട്. പലപ്പോഴായിട്ട് ചിലപ്പോൾ ഈ ക്ലാസ്സിൽ തന്നെ അത് വന്നിട്ടുണ്ടാകും. നമ്മളത് അറിയേണ്ടതാണ്. പല സന്ദർഭങ്ങളിലായിട്ട് നിസ്കരിക്കണം. ഒരു വട്ടം പള്ളിയിൽ കയറിയിട്ട് മൊത്തം നിസ്കരിച്ച് 5 വഖത്തും തീർത്ത് സന്തോഷമായി എന്നും പറഞ്ഞ് ഈ 5നെയും കൂടി ജാമാക്കിയിട്ട് ഇറങ്ങിപ്പോരാൻ നമുക്ക് പറ്റൂല. പിന്നെ കൃത്യമായ സമയത്ത് തന്നെ അത് നിർവഹിക്കണം. ഖുർആൻ അതും പറയുന്നുണ്ട് വ്യക്തമായ രീതിയിൽ. കിതാബം മൗഖൂത്ത, അത് വഖ്ത് നിശ്ചയിക്കപ്പെട്ടൊരു നിർബന്ധ കടമയാകുന്നു. അപ്പൊ സുബഹിസ്കാരം കഴിഞ്ഞു, പിന്നെ ളുഹറിന്റെ സമയത്തും അത് നിർവഹിക്കണം. അസർ, മഗ്രിബ്, ഇശാ ഇതൊക്കെ അതത് സമയങ്ങളിൽ നിർവഹിക്കണം. അപ്പൊ എന്താ ഇതിൻ്റെ ഒരു ആവശ്യം? മനുഷ്യനെ സമ്പൂർണമായി റീഫ്രഷ് ആക്കാനുള്ള, അവൻ്റെ ആത്മാവിൽ അതുവരെ അടിഞ്ഞുകൂടിയിട്ടുള്ള വൃത്തികേടുകളെയും ദുശ്ചിന്തകളെയും കൃത്യമായി ഇല്ലാതെയാക്കാൻ പറ്റുന്ന മഹത്തായ ആരാധനയാണ് നിസ്കാരം. നമ്മൾ നിസ്കാരത്തിലേക്ക് ഒരുങ്ങി തയ്യാറായി വരുന്നു. മറ്റുള്ള എല്ലാ ഇബാദത്തിനേക്കാളും സൂക്ഷ്മത കാണിക്കേണ്ടി വരുന്നു. ഔറത്ത് മറക്കണം, ഖിബിലക്ക് മുന്നിടണം, വുളൂ, കുളി പോലെയുള്ള സംഭവങ്ങളൊക്കെ നടക്കണം. നജസിൽ നിന്ന് സമ്പൂർണ്ണമാം വിധം നമ്മൾ മാറി നിൽക്കണം. അറിയാതെ പോലും നജസ് വരാൻ പാടില്ല, അറിയാതെ പോലും നജസ് വരാൻ പാടില്ല. അപ്പോൾ അറിയാതെ വന്നാലോ പടച്ച റബ്ബിൻ്റെ അഫൂവിൽ പ്രതീക്ഷിക്കാം. പക്ഷേ അറിയാതെ പോലും നജസ് വരരുത് എന്ന് പറയുമ്പോൾ അത്രമേൽ ഈ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ സൂക്ഷ്മത കൈക്കൊള്ളണമെന്ന് നമ്മൾ മനസ്സിലാക്കാതിരുന്നുകൂടാ. ഇങ്ങനെ പ്രത്യേകമായ ചട്ടങ്ങളും നടപടിക്രമങ്ങളൊക്കെ പാലിച്ച് അതുവരെ നമുക്ക് അനുവദനീയമായിരുന്ന കുറേ കാര്യങ്ങളെ ഹറാമാക്കിക്കൊണ്ടാണ് നിസ്കാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. അതുകൊണ്ടാണ് ആദ്യത്തെ തക്ബീറിന് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുന്നത്. ഇഹ്റാം എന്ന് പറഞ്ഞാൽ ഹറാമാക്കുന്നത് എന്നർത്ഥം. ഇഹ്റാം എന്ന് പറഞ്ഞാൽ ഹറാമാക്കുന്നത്. എന്തിനാ ഹറാമാക്കുന്നത്? അതുവരെ നമുക്ക് ചിരിക്കായിരുന്നു, വർത്താനം പറയായിരുന്നു, വെള്ളം കുടിക്കായിരുന്നു, ഭക്ഷണം കഴിക്കാമായിരുന്നു, അങ്ങനെ പലതും പറ്റുമായിരുന്നു, തിരിഞ്ഞു നോക്കാമായിരുന്നു, നടക്കാമായിരുന്നു, പൊട്ടിച്ചിരിക്കാമായിരുന്നു. ഈ തക്ബീറത്തുൽ ഇഹ്റാം സംഭവിക്കുന്നതോടുകൂടെ ഇത് മൊത്തം വിരോധിക്കപ്പെട്ടു. പിന്നെ ഒരേ കേന്ദ്രത്തിലേക്ക് ശ്രദ്ധ, ഒരേ കേന്ദ്രത്തിലേക്ക് നോട്ടം, ആ ഒരു ആരാധനാക്രമത്തിൽ വിലയം പ്രാപിച്ചുകൊണ്ടുള്ള മുന്നേറ്റം. മനുഷ്യൻ സലാം വീട്ടി വരുമ്പോഴേക്ക് സമ്പൂർണമായി സംസ്കൃതനായിട്ടുണ്ടാകും. വജ്ഹത്തു എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ദിക്റിലൂടെയാണ് നിസ്കാരത്തിന്റെ പരിപാടികൾ അല്ലെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ആരംഭിക്കുന്നത്. എന്താ വജ്ഹത്തുൽ പറയണത്? ഈ ബ്രഹ്മാണ്ടത്തെ പടച്ച റബ്ബിന് മുൻപിൽ ഞാൻ സമ്പൂർണമായി സമർപ്പിതനായിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് ഇന്ന സ്വലാത്തി എന്ന് ചിലവർ പറയാറുണ്ട്, ഒരു അലിഫ്ലാം കൂട്ടിയിട്ട്. അങ്ങനല്ല, സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തിയതാണ്. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹയായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ ജീവിതം, എൻ്റെ മരണം, എൻ്റെ ആരാധനാകർമ്മങ്ങൾ, എൻ്റെ ഏതേത് നിമിഷവും എൻ്റെ ശരീരവും എനിക്ക് ലഭ്യമായിട്ടുള്ള വസ്തുക്കളും അതിലെ ഓരോ തന്തുവും ലില്ലാഹി റബ്ബിൽ ആലമീൻ, ഈ ലോകത്തിൻ്റെ സംരക്ഷകനും സ്രഷ്ടാവുമായ റബ്ബിനെ സമർപ്പിക്കുന്നു എന്നാണ്. ഇതും പറഞ്ഞിട്ടാണ് നമ്മൾ നിസ്കാരത്തിലേക്ക് നിൽക്കുന്നത്. പിന്നെ ഫാത്തിഹ സൂറത്തിലേക്ക് വരുന്നു. ആദ്യം തന്നെ റബ്ബിൻ്റെ കരുണാവാരിധിയുടെ വിശേഷണങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നു. പിന്നെ നമ്മിൽ നിന്ന് ഗായിബായിട്ടുള്ള, നമ്മുടെ അടുത്തില്ലാത്ത, അസാന്നിധ്യത്തിലുള്ള റബ്ബിനെ നമ്മൾ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. പിന്നെയും കാരുണ്യത്തിലേക്ക് വരുന്നു. മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിൻ്റെ പ്രതിഫലഘട്ടത്തിൻ്റെ ഉടമസ്ഥനാണ് അവൻ
ഇങ്ങനെയൊക്കെ പറഞ്ഞ് റബ്ബിനോട് അടുപ്പം കൂടി 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 വന്ന് അവസാനം നമ്മളും റബ്ബും തമ്മിൽ ഭേദമില്ലാത്തൊരു ഘട്ടത്തിലേക്ക്, മാനസികമായൊരു വിധാനത്തിലേക്ക്, ആത്മീകമായൊരു തലത്തിലേക്ക് നമ്മൾ ഉയർന്നു പോകുന്നു. പിന്നെ അവൻ എന്ന ശൈലിയിൽ നിന്ന് മാറിയിട്ട് മനുഷ്യൻ ഇയാക്ക എന്ന രീതിയിലേക്ക് എത്തുന്നു, നീ 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 എന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. ഇത് അദ്വൈതത്തിൽ പറയുന്ന വിനയം പ്രാപിക്കലല്ല, ശ്രീ ബുദ്ധന്റെ നിർവ്വാണമല്ല. ഏതിലും ദൈവം കുടികൊള്ളുന്നു എന്ന രീതിയിലുള്ള ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ആദർശവുമല്ല. പടച്ച റബ്ബിനോട് നമ്മൾ ആത്മീകമായി അത്രമേൽ അടുപ്പം പ്രാപിക്കുന്നു. അള്ളാഹു നമ്മുടെ എല്ലാമാണ് എന്ന ബോധത്തിലേക്ക് നമ്മൾ ഉയരുന്നു. ഏറ്റവും കൂടുതൽ നമ്മൾ അള്ളാഹുവിലേക്ക് സ്നേഹം, അള്ളാഹുവിനെ സ്നേഹിക്കാനും മാനിക്കാനും ആദരിക്കാനുമുള്ള തലത്തിലേക്ക് എത്തിച്ചേരുന്നു. പിന്നെ അവനിൽ നിന്ന് തെറ്റുവരൂല. എപ്പോഴും പ്രതീക്ഷയായിരിക്കും അവന്. ഭൗതികമായി നിരാശ സംഭവിച്ചേക്കും, പക്ഷെ ആ നിരാശക്കൊക്കെ പരിഹാരമുണ്ട്. എൻ്റെ റബ്ബ് എന്നെ പരിഗണിക്കുമെന്ന ബോധം അവനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കും. ഇത് നിരന്തരമായി ചെയ്യണം. സുബൈസ്കാരം കഴിഞ്ഞ് ഈ ഒരു ചൈതന്യത്തിലേക്ക് നമ്മൾ ഉയർന്ന് പിന്നെ പതിയെ നമ്മുടെ ഭൗതികമായ കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങി നമ്മൾ സാമൂഹികമായ ബന്ധങ്ങളൊക്കെ സ്ഥാപിച്ച് ജോലിയിലും മറ്റുമൊക്കെ വ്യാപൃതരായിരിക്കുമ്പോൾ ഈ ചൈതന്യം മെല്ലെ കുറഞ്ഞു വരും. സ്വാഭാവികം മാത്രം. ഈ 20ാം ഈ ഘട്ടത്തിലൊക്കെ ജീവിക്കുന്ന ഈ ന്യൂജൻ ടീമിനാണ് അങ്ങനെയൊക്കെയെന്ന് വിചാരിക്കരുത്. ഇതൊക്കെ സ്വാഭാവികം മാത്രമാണ്. മനുഷ്യൻ്റെ പ്രകൃതി അങ്ങനെയാണ്. അവനെ തെറ്റിലേക്ക് കൊണ്ടുപോകാനും നന്മയിൽ നിന്ന് തടയാനുമുള്ള പ്രേരണ എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നഫഖ ഹൻദല എന്നും പറഞ്ഞിട്ട് സഹാബി വരെ ഓടി വന്ന ചരിത്രമുണ്ട് നമ്മുടെ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ. നഫഖ ഹൻദല മുനാഫിക്കായിരിക്കുന്നു എന്ന് പറഞ്ഞ് ഓടി വന്നു മൂപ്പരാൾ. കേട്ടവരൊക്കെ ചോദിച്ചു, എന്ത് പറ്റി? നബിയുടെ സഹസിലിരിക്കുമ്പോൾ നല്ല ഈമാനികമായ പുരോഗതിയാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ തളം കെട്ടി വരും, തെറ്റ് ചെയ്യില്ല, ഒരു പാപവും വരില്ല, വിശുദ്ധനാകും എന്നൊക്കെയുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ പതിയെ അത് എന്നിൽ നിന്ന് ഇല്ലാതെയാകും. ഞാൻ തോട്ടത്തിലെത്തുമ്പോൾ, കുട്ടികളടുത്തെത്തുമ്പോൾ, വീട്ടിലെത്തുമ്പോൾ അതിൻ്റെ ആ ഊക്കും വമ്പും സ്ട്രോങ്ങൊക്കെ കൊണ്ട് ഇല്ലാതെയാകും. അതുകൊണ്ട് ഞാൻ മുനാഫിഖാകുന്നു. കേട്ടോരൊക്കെ പിറകെ കൂടി അവരും മുനാഫിഖാന്നും പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് അവരെത്തുന്നത്. അങ്ങനെയാണ് മസ്തതഅ്തും, നിങ്ങൾക്ക് സാധ്യമാകും വിധം നിങ്ങൾ ആരാധന അർപ്പിക്കൂ എന്നുള്ള ഇത്തരം തോന്നലുകളൊന്നും പ്രശ്നമല്ല എന്ന രീതിയിലുള്ള ആയത്തിറങ്ങുന്നത്. മനുഷ്യന് കഴിയുന്നൊരു പരിധിയുണ്ട്. അവൻ്റെ ചിന്തയെ എല്ലാ സമയവും നിയന്ത്രിച്ച് നിർത്താൻ വലിയ വിലായത്തിൻ്റെ ഉടമകളൊക്കെ ആകുന്ന മഹാന്മാർക്കല്ലാതെ സാധ്യമായി കൊള്ളണമെന്നില്ല. നമ്മൾ നിസ്കാരത്തിനും ശ്രദ്ധ മാറാൻ സൗകര്യമുണ്ട്, മാറുകയും ചെയ്യും. ഖുശൂ നിസ്കാരത്തിൽ വേണം. നമ്മുടെ തസൂഫിൻ്റെ പണ്ഡിതന്മാരൊക്കെ പറയുന്ന അനുസരിച്ച് നിസ്കാരത്തിൽ പല ഭാഗങ്ങളിലായിട്ട് ഖുശൂ ആവുന്ന ഭയഭക്തി വന്നാൽ മതി. നമ്മുടെ ഫിഖിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ ഷർത്തും ഫർളും ഒത്തു വന്നാൽ തന്നെ നിസ്കാരം സ്വഹീഹാകും. അപ്പോൾ നിസ്കാരത്തിൽ എപ്പോഴെങ്കിലും ഒന്ന് ശ്രദ്ധ മാറുമ്പോഴേക്ക് ആ മനുഷ്യൻ അഗാധമായ വയലിലേക്ക് പോകും എന്ന രീതിയിലൊന്നും ആരും വിശ്വസിക്കരുത്. അങ്ങനെയുള്ള ചില പ്രഭാഷണങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ഇസ്ലാം പറയുന്നില്ല, പരിശുദ്ധ ഖുർആനും അങ്ങനെ പറയുന്നില്ല. വൈലുൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നിസ്കാരത്തെ ഉപേക്ഷിക്കുന്നവർക്കാകുന്നു വൈലെന്ന നരകം എന്നാണ് അതിൻ്റെ അർത്ഥം. സഹ അൻ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചു എന്നാണ് അർത്ഥം. സഹാ ഫി എന്നായിരുന്നെങ്കിൽ നിസ്കാരത്തിൽ ശ്രദ്ധ മാറുന്നവർക്ക് വൈല് എന്ന് വരുമായിരുന്നു. അതുകൊണ്ടാണ് സയ്യിദുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, അൽഹംദുലില്ലാഹില്ലദീ ലം യഖുൽ ഫീ സ്വലാത്തിഹിം സാഹൂൻ വഖാല അൻ സ്വലാത്തിഹിം സാഹൂൻ. ഫീ സ്വലാത്തിഹിം സാഹൂൻ എന്ന് പറയാത്ത റബ്ബിനാണ് സർവസ്തോത്രങ്ങളും. എന്താണ് റബ്ബ് പറഞ്ഞത്? അൻ സ്വലാത്തിഹിം സാഹൂൻ. സഹാ അൻ പറഞ്ഞാൽ ഉപേക്ഷിച്ചു എന്നാണ് അർത്ഥം. അപ്പൊ എപ്പോഴെങ്കിലും കഷ്ടപ്പെട്ട് നിസ്കരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധ മാറിയാൽ വൈലെന്ന അഗാധമായ ഗർത്തത്തിൽ പോകേണ്ടി വരും എന്ന രീതിയിലുള്ള ചില പ്രഭാഷണങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ക്ഷമിക്കണം, അങ്ങനെ ഖുർആൻ പറയുന്നില്ല. ഒരൊറ്റ തഫ്സീറിലും അങ്ങനെ നമുക്ക് ലഭ്യമല്ല. അതിൻ്റെയൊക്കെ പുറമെ ആ ഈ വൈലുൽ മുസല്ലീൻ പറയുന്ന
ആ സൂറത്തിലുള്ള വൈല് എന്ന് പറയുന്ന അഗാധമായ നരകത്തിന്റെ കുഴി കിട്ടുന്നത് ആർക്കാണ്? അവിടെ പറയുന്ന 3 വൈകൃതങ്ങൾ ഒരുമിച്ച് കൂട്ടുന്നവർക്കാണ്. നിസ്കാരത്തിൽ ഒന്ന് ശ്രദ്ധ മാറുന്നവർക്കല്ല. നിസ്കാരത്തിൽ ശ്രദ്ധ ഉണ്ടാവരുത് എന്നല്ലേ ഞാൻ പറയണത്. നിസ്കാരത്തിൽ ശ്രദ്ധ ഉണ്ടാവരുത് എന്നല്ല. അല്ലദീനഹും ഫീ സലാത്തിഹിം ഖാശിഊൻ, വിജയിച്ച വിശ്വാസികൾ അവരുടെ നിസ്കാരത്തിൽ നന്നായിട്ട് ശ്രദ്ധിക്കുന്നു എന്ന ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധ ഉണ്ടാവരുതെന്നല്ല പറയുന്നത്. മനുഷ്യന്റെ സ്വാഭാവികവും നൈസർഗികവുമായ ദൗർബല്യം കാരണം എപ്പോഴെങ്കിലും ഒന്ന് ശ്രദ്ധ മാറിയാൽ, അല്ലെങ്കിൽ പല സമയങ്ങളിൽ ശ്രദ്ധ മാറിപ്പോയാൽ, എന്തെങ്കിലുമൊക്കെ ഒന്ന് മറന്നുപോയാൽ ദേ കടക്കണ് വൈലെന്ന അഗാധമായ ഗർത്തത്തിൽ എന്നാരും പറയരുത്. ഈ വിശ്വാസികളെ ഉപദ്രവിക്കരുത്, അതേ പറയുന്നു. കാരണം അവിടെ പറയുന്ന 3 വൈകല്യങ്ങളുണ്ട്. ഒന്ന്, അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, നിസ്കാരത്തെ അവർ ഉപേക്ഷിക്കും. പിന്നെന്തിനാ മുസല്ലി എന്നൊക്കെ പറഞ്ഞത്? തോന്നുമ്പോൾ സൊല്ലികളായിട്ട് നിസ്കരിക്കും. എപ്പോഴെങ്കിലുമൊക്കെ നിക്കാഹിന്റെ സദസ്സിലൊക്കെ പങ്കെടുക്കുമ്പോൾ എല്ലാവരും നിസ്കരിക്കുകയാണെങ്കിൽ അവന് നിസ്കരിക്കും. അല്ലാതെ ആത്മാർത്ഥത കാട്ടി കൃത്യമായി സമയം പാലിച്ച് ഖളാവത് നിസ്കരിക്കുന്ന ശൈലിയൊന്നുമില്ല. അതുകൊണ്ടാണ് മുസല്ലി എന്ന് പ്രയോഗിക്കുന്നത്. അൻസ്വലാത്തിഹിം, നിസ്കാരത്തെ തൊട്ടവൻ അശ്രദ്ധവാനാകും എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കും. പിന്നെ അവൻ റിയാ കാണിക്കും. അല്ലദീനഹും യുറാഊൻ, അവൻ പ്രകടനപരത, ലോകമാന്യം കാണിക്കും. അപ്പൊ നിസ്കരിക്കുകയാണെങ്കിൽ മൂപ്പരാളെ നിസ്കാരം എന്തിനാണ്? 4 ആൾ കാണട്ടെ എന്ന് കരുതിയിട്ടാണ്. 4 ആൾ കാണട്ടെ എന്ന് കരുതിയിട്ടാണ്. അത്തരം നിസ്കാരം അശ്ശിർക്കുൽ അസ്ഗറാണ്. ശ്രദ്ധിക്കാതെ കടന്നു വരുന്ന ബഹുദൈവാരാധനയാണ്, ഷിർക്കാണ്. നേരത്തെ ഞാൻ പറഞ്ഞു, അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം ആരാധന. 4 ആൾ കാണട്ടെ എന്ന് കരുതി ആരാധന അർപ്പിക്കുമ്പോഴോ അള്ളാഹുവിന് മാത്രമല്ല, ഈ കാണാൻ വിചാരിച്ച ആളുകൾക്ക് കൂടെയുള്ള ആരാധനയായിട്ട് അത് മാറുന്നു. അപ്പൊ അത് ഷിർക്കാവുന്നു. ഈ അശ്ശിർക്കുൽ അസ്ഗർ എന്ന് മുത്തറസൂൽ പഠിപ്പിച്ച റിയാ, ലോകമാന്യം, പ്രകടനപരത കൂടെ അവനുണ്ടാകും. 3-ാമത്തേത് വയംനഊനൽ മാഊൻ, വളരെ നിസ്സാരമായ നമ്മുടെ നിത്യോപയോഗ വസ്തുക്കൾ, അതേപ്രകാരം ലഘുയന്ത്രങ്ങൾ, കത്തി, കൈക്കോട്ട്, കൊട്ട, ചൂല്, കലപ്പ, ഇതൊക്കെ അവൻ തടയുകയും ചെയ്യും. ആർക്കും അതൊന്നും കൊടുക്കൂല. അയൽവാസി ഒന്ന് പറയും, ആ കൈക്കോട്ടൊന്ന് തരാമോ, 2 പങ്കാളിയുണ്ട്, വീട്ടിൽ 1 കൈക്കോട്ടേ ഉള്ളൂ. അപ്പം ചുറ്റുമൊക്കെ നടന്നിട്ട് ഇങ്ങനെ തെരയണത് പോലെ അഭിനയിക്കും. കുട്ടികൾ എടുത്തിരുന്നു, എവിടെ വെച്ചു എന്നറിയില്ല, കൃത്യമായിട്ട് അറിയാം, കുറേ നുണ പറയണം അതൊന്നും കൊടുക്കാതിരിക്കാൻ. അതാണ് മാഊൻ എന്ന് പറഞ്ഞാൽ. വീട്ടിലെ ഉപകാര വസ്തുക്കൾ, ചൂല്, കൈക്കോട്ട്, പാത്രം, കത്തി, ഈ ചെരവ, പാതാളക്കരണ്ടി, അങ്ങനെയൊക്കെ ഒരു സാധനമുണ്ട്. പണ്ട് ഈ മോട്ടറിൽ നിന്ന് മാത്രമല്ല വെള്ളം എടുക്കൽ, നേരെ മറിച്ച് ഈ കപ്പി കയറൊക്കെ വെച്ച് ചെയ്യണ സമയത്ത് പലപ്പോഴും ഇതാണ് പിടുത്തം വിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോകും. ഒരു മഹലിൽ, ഒരു വീട്ടിലുണ്ടായാൽ മതി, ഒരു കല്ലൊക്കെ കെട്ടിയിട്ട് കമ്പിയൊക്കെ കൊളത്തി വെച്ചിട്ടുള്ള കൃത്രിമമായി ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ വാങ്ങാൻ കിട്ടുന്ന സാധനം, അതിട്ട് ഇങ്ങനെ ഈ കിണറിലിങ്ങനെ ഇളക്കിയിട്ട് പൊക്കുമ്പോൾ ആ കയറും ബക്കറ്റും ഒക്കെ കിട്ടും. ഈ സാധനത്തിന് വരികയാണ്. ഇത് ചിലപ്പോൾ ഒരു 2-3 വർഷത്തിൻ്റെ ഇടക്ക് ആ മേടിച്ചു വെച്ച വീട്ടിൽ ഉപകരിക്കുന്നല്ല. കാരണം ഇത് വീണുകൊണ്ടേ. അതാ പറഞ്ഞ, ഒരു മഹലിൽ ഒരു സ്ഥലത്ത് മതി അത്. അതൊന്ന് തരുമോ, ഞങ്ങളെ കപ്പി, ഞങ്ങളുടെ ബക്കറ്റ്, ഞങ്ങളുടെ കയറ് കിണറിൽ വീണിക്കണമെന്ന് പറയുമ്പോൾ അതിപ്പോൾ എന്നെടുത്ത് എവിടെ ഇപ്പം അത് വെച്ചു എന്നറിയില്ല എന്ന് പറഞ്ഞ് നടക്കും. അയൽവാസികളോടുള്ള ബന്ധത്തിനത് വിരുദ്ധാണ്. ഒന്ന്, നമ്മൾ സഹായിച്ചുകൊണ്ടേയിരിക്കണം എന്ന് പറയുന്ന കൽപ്പനയ്ക്ക് വിരുദ്ധാണ്. റിയാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ വൃത്തികെട്ടൊരു സാധനമാണ്. കുറെ യോദ്ധാക്കൾ ചെല്ലുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അവർ വലിയ പ്രതിഫലം വാങ്ങാൻ നിൽക്കുകയായിരിക്കും. പടച്ച റബ്ബ് പറയും, പോകൂ നരകത്തിലേക്ക് എന്ന്. അവർ ഒച്ചാനിച്ച് നിൽക്കും, സ്വാഭാവികം. ആ സമയത്ത് റബ്ബിന്റെ വിശദീകരണം എന്തായിരിക്കും? ഖതൽത ഫീ സബീലില്ലാഹി ലിയുഖാല ഇന്നക മുഖാതിൽ, നീ നല്ല യുദ്ധം ചെയ്തിരുന്നു. എന്തിനാ? നല്ലൊരു യോദ്ധാവാണ്, ധീരനാണ്, വലിയ പ്രവർത്തകനാണെന്ന് പറയാൻ. അത് പറഞ്ഞല്ലോ, നീ ഉദ്ദേശിച്ച പ്രതിഫലം കിട്ടി, കേറൂ നരകത്തിൽ. ഓരോരുത്തരെയും വിശദീകരിക്കുന്നുണ്ട് ആ ദീർഘമായ ഹദീസിൽ. ഖറഅത്തൽ ഖുർആൻ ലിയുഖാല ഇന്നക ഖാരിഉൻ, നല്ലൊരു ഓത്തുകാരനാണെന്നറിയാൻ നീ അടിച്ചു പൊളിച്ച് ഖുർആൻ ഓതിയിരുന്നു. ആളുകൾ കാണുന്നില്ലെങ്കിൽ കാണട്ടെ എഴുതിയിട്ട് ഖുർആൻ ഓതുമ്പോൾ അങ്ങനെ ആടിയിരുന്നു. നൈസർഗികമായ ആട്ടമല്ല, ബോധപൂർവമുള്ള ആട്ടം. ഇങ്ങനെ പല ചേഷ്ടകളും ചെയ്തിട്ട് നിന്റെ ഈ ആരാധനയെ സമൂഹത്തിന് നീ ഡിസ്പ്ലേക്ക് വെച്ചിരുന്നു, ദർശനത്തിന് വെച്ചിരുന്നു. അത് കിട്ടി, നീ വിചാരിച്ച പ്രതിഫലം കിട്ടി, കേറൂ നരകത്തിൽ. ഇതറിയാ. ഈ 3 സംഭവങ്ങൾ ഒരുമിച്ച് കൂടുന്നവരെ കുറിച്ചാണ് വൈലുൻ. അവർ നരകത്തിന്റെ അഗാധമായ മേഖലയിലാണ് പ്രവേശിക്കുക എന്ന് പറയുന്നത്.
അല്ലാതെ കഷ്ടപ്പെട്ട് സമയമുണ്ടാക്കി ബുദ്ധിമുട്ടി വന്ന് നിസ്കാരത്തിനും തക്ബീർ കെട്ടി ആ സമയത്ത് ശ്രദ്ധയൊന്ന് മാറിപ്പോയി അത്തരം ആളുകളെ അല്ല. ഒരു തഫ്സീറിലും നമുക്കത് കാണാനും പറ്റില്ല. ഇത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നുൽ അറബി തങ്ങളൊക്കെ പറയുന്നുണ്ട്, ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല സന്ദർഭത്തിൽ നിസ്കാരത്തിൽ മറന്നില്ലെന്ന്. പല സന്ദർഭത്തിൽ അവിടുന്ന് 2 റക്അത്ത് കഴിയുമ്പോൾ സലാം കിട്ടുന്നുണ്ട്. ഒരു സഹാബി വരെ എഴുന്നേറ്റ് നിന്ന് ആ കുസറത്തി സ്വലാത്തും നസീത്ത യാ റസൂലല്ലാഹ്, നിസ്കാരം 2ആയി ചുരുക്കിപ്പോയോ അതോ അങ്ങ് മറന്നുപോയോ എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ എപ്പോഴും വഹി വരും. 4 റക്അത്തുള്ള നിസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കെ 2 മതിയെന്ന് കൽപ്പന വന്നോന്ന് അറിയില്ല. അതുകൊണ്ട് ആ കുസറത്തി സ്വലാ, ഈ നിസ്കാരത്തിന്റെ മധ്യ നിസ്കാരത്തിന്റെ റക്അത്ത് 2ആക്കി ചുരുക്കിപ്പോയോ അം നസീത്ത യാ റസൂലല്ലാഹ്, അതോ മറന്നുപോയോ എന്ന് ചോദിക്കുന്നത്. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് ഒന്ന് പ്രായോഗികമായിട്ട് തന്നെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി, ആ മസല പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി മറപ്പിച്ചതാണ് ആയിരിക്കും. ഇബ്നു കസീർ അങ്ങനെ പറയുന്നുണ്ട്. ഓക്കെ, പക്ഷെ മറന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റു പലതും ആലോചിക്കുന്നുണ്ട്. ഇതാണ് മനുഷ്യനെന്ന് പറയണം. അതുകൊണ്ടാണ് മലക്കായിട്ട് ദൂതർ വരാതിരുന്നത്. 17-ാം അധ്യായം അൽ-ഇസ്രാഇന്റെ 90 മുതലുള്ള വാക്യങ്ങളിൽ മലക്കുകൾ ഇറക്കിക്കൂടെ? എന്തേ നമ്മുടെ കൂട്ടത്തിൽ വളർന്ന് നമുക്കിടയിൽ ജീവിച്ച് നമ്മുടെ ഈ ഗോത്രപരമായ മത്സരങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ ഖുറൈശിപ്പെട്ടൊരു മുഹമ്മദ് വന്നു എന്നവർക്ക് ആശങ്കയുണ്ട്. മലക്കിറങ്ങിയ പോരെ എന്ന്. മലക്കിറങ്ങിയ പോരാ. കാരണം ലാ അക്ല വലാ ശുറുബ വലാ നൗമ ലഹും, അവർക്ക് ഉറക്കില്ല, അവർക്ക് വെള്ളം വേണ്ട, അവർക്ക് ഭക്ഷണം വേണ്ട, അവർക്ക് ലൈംഗിക ബന്ധത്തിന് ജന്മന അവർക്ക് അതിന് താല്പര്യമില്ല, അത് നടത്താൻ കഴിയില്ല. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ, അല്ലാഹു കൽപ്പിച്ചതിന് വിരുദ്ധമായി ഒരു നിലക്കും പ്രവർത്തിക്കാൻ പറ്റൂല അവർക്ക്. അങ്ങനത്തെ മലക്ക് വന്നിട്ട് ഇതേ റമദാനായി, ഇനി മുതൽ 30 ദിവസങ്ങൾ രാവിലെ മുതൽ വൈകിട്ട് വരെ നോമ്പോൽക്കണം, ഞാനും നോൽക്കണതാന്ന് പറഞ്ഞാൽ അതിനൊരു പ്രസക്തിയില്ല. കാരണം മലക്കിന് ഭക്ഷണം വേണ്ടല്ലോ, വെള്ളം വേണ്ടല്ലോ. ഈ ദീന് പ്രായോഗികമാണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല മലക്കാണ് ദഅവത്തിന് വന്നതെങ്കിൽ. നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കണം എന്ന് മലക്ക് പറയണമെങ്കിൽ മലക്കിന് ക്ഷീണമല്ല, അവരെ ഏൽപ്പിച്ച ധർമ്മം നിർവഹിച്ചു കൊണ്ടേയിരിക്കും. മനുഷ്യൻ അങ്ങനെയല്ല, ക്ഷീണുണ്ട്, അവന് താല്പര്യങ്ങളുണ്ട്, മോഹങ്ങളുണ്ട്, മോഹഭംഗങ്ങളുണ്ട്. അതൊക്കെ അനുസരിച്ച് അവൻ്റെ ഈ ജീവിതത്തിൽ നിലവാരത്തിലും അവൻ്റെ സമീപനങ്ങളിലും മാറ്റം വരും. ഇതിനെയൊക്കെ തരണം ചെയ്തു വേണം അവന് തഹജ്ജുദിന് എഴുന്നേൽക്കാൻ. ആ മലക്ക് തഹജ്ജുദ് നിസ്കരിക്കണ്, അതുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കുന്നു പറഞ്ഞാൽ അത് തീരെ പ്രായോഗികമല്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിൽ നിന്ന് ദൂതന്മാരെ പറഞ്ഞയക്കുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യരാകുന്നു എന്നല്ല, സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ മനുഷ്യരാകുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലയിടങ്ങളിൽ പല സന്ദർഭങ്ങളിൽ നിസ്കാരത്തിൽ ചിലതൊക്കെ ഓർക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടുന്ന് ഇങ്ങനെ നിസ്കാരത്തിന് മുന്നിൽ നിസ്കരിച്ചിട്ട് സലാം വീട്ടി കഴിഞ്ഞാൽ മബാലു അഖ്വാമിൻ യർഫഊന അബ്സാറഹും ഫിസ്സമാ, എന്താ ഇപ്പം നിസ്കാരത്തിൽ മേപ്പെട്ട് വെക്കണ കുറേ ആൾക്കാരുടെ അവസ്ഥ എന്ന് പറയുന്നുണ്ട്. നിസ്കാരത്തിൽ ബാക്കിൽ നിന്നുള്ള മുകളിലേക്കുള്ള നോട്ടം അവിടുന്ന് കാണുന്നുണ്ട്. ഇന്നീ അറാക്കും മിൻ വറാഇ, ഞാൻ മുമ്പിൽ നിന്നെന്ന പോലെ നിങ്ങളെ പിറകിൽ നിന്നും കാണുന്നുവെന്ന് ഇമാം ബുഖാരി തങ്ങൾ നിവേദനം ചെയ്യുന്ന ഹദീസിലുണ്ട്. ലാ അഖ്ഫാ അലയ്യ ഖുശൂഅക്കും, നിങ്ങളുടെ ഭക്തി എനിക്ക് ഗോപ്യമല്ലെന്ന് റസൂൽ തങ്ങൾ പറയുന്നുണ്ട്. അതായത് ഓരോരുത്തരുടെ ഭക്തി, അവരുടെ വിനയം, അവർക്ക് നിസ്കാരത്തിൽ എത്രയൊക്കെ ഖുശൂ ഉണ്ട്, ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിലയിരുത്താൻ പറ്റുന്നുണ്ട്. എപ്പോഴെങ്കിലും ഒന്ന് ശ്രദ്ധ മാറുമ്പോഴേക്ക് നരകത്തിലേക്ക് പോകുന്നും പറഞ്ഞിട്ട് വിശ്വാസികളെ പ്രയാസപ്പെടുത്താതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. എന്നാൽ ഖുശൂ വേണ്ടേ? വളരെ കൂടുതലായി വേണം താനും. അതാണ് നിസ്കാരത്തിൻ്റെ ആത്മാവ്. ഖുശൂ ഉണ്ടാവാനുള്ള ചില സംഗതികളൊക്കെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. സമ്പൂർണമായ ഒളു എടുക്കൽ. സമ്പൂർണമായ ഒളു എന്ന് പറഞ്ഞാൽ വളരെ ഉഷാറിൽ 3 പ്രാവശ്യം തന്നെ അവയവങ്ങളൊക്കെ കഴുകി, അത് നീട്ടിക്കഴുകി, ഉരച്ച് കഴുകി. പല മദ്ഹബിലും ഈ ഉരക്കൽ നിർബന്ധമാണ്. ഇങ്ങനെ വെള്ളം ഒഴിച്ച് ഫുള്ള് വെള്ളം എത്തിയെങ്കിൽ നമ്മളെ മദ്ഹബ് അനുസരിച്ച് ഒളു കഷ്ടിച്ച് ശരിയാവും. പക്ഷേ ഈ ഉരതൽ പല മദ്ഹബിലും നിർബന്ധമാകുന്നു. ആ നിർബന്ധമുള്ള സംഗതികൾ നമ്മൾ പാലിക്കൽ ശക്തമായ സുന്നത്താണ്, ഉപേക്ഷിക്കൽ കറാത്താണ്. ഒന്നിട്ട് വെള്ളം ഒഴിച്ചാൽ മതി, എല്ലായിടത്തും വെള്ളം എത്തിയും തോന്നിക്കഴിഞ്ഞാൽ സംഗതി ഒക്കെയാണ്. പക്ഷെ അത് ഒരതി കഴുകണം.
നമ്മുടെ ഷാഫി മസലക്കനുസരിച്ച് ഈ തലയെന്ന് പറയുന്നിടത്തുനിന്ന് അല്പഭാഗം തടവിയാൽ തന്നെ തല തടവൽ ശരിയാവും. പക്ഷെ അബൂ ഹനീഫ ഇമാം തങ്ങളുടെ മസലക്കനുസരിച്ച് നന്നേ ചുരുങ്ങിയത് മൂർധാവെങ്കിലും തടവിയിരിക്കണം. അപ്പൊ ഇങ്ങനെ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ കാട്ടുന്നതിന് പകരം ഇത്രയെങ്കിലും തടവൽ നമുക്ക് നല്ല ശക്തമായ സുന്നത്താകുന്നു എന്നല്ല, തല മുഴുവൻ തടവലാണ് പ്രധാനം. അപ്പൊ ഈ ആട്ടുചെന്നി എന്നൊക്കെ പറയാം, നമ്മളിങ്ങനെ ഈ താടയെല്ലാം ഇളക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഇളകുന്നൊരു പോയിന്റ് ഉണ്ട്. ഇത് നമ്മുടെ ഈ തലയൊട്ടിയായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗം, അവിടെ നമ്മുടെ ഈ പെരുവിരൽ വെച്ച് ഈ ഇവിടുന്ന് അങ്ങനെ തുടങ്ങിയിട്ട് ബാക്ക് വരെ പോയിട്ട് പിന്നെ ഇങ്ങോട്ട് തന്നെ റിട്ടേൺ അടിച്ച് ഇങ്ങോട്ട് വരുമ്പോഴാണ് ഒരു വട്ടത്തും തല തടവലാവൽ. പിന്നെ ഇത്രക്ക് കഴുകണം. എല്ലാ വിരലും ഈ ചുളിഞ്ഞ ഭാഗങ്ങളും നമ്മുടെ കണ്ണിൻ്റെ ഈ കുഴിഭാഗങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴുകണം. ഇങ്ങനെ ആവുമ്പോഴാണ് സമ്പൂർണമായ ഒളു. ചൊല്ലേണ്ട ദിക്റുകൾ അങ്ങനെ ചൊല്ലണം. നിയത്ത് ജസ്റ്റ് വെച്ചിട്ട് അങ്ങനെ വെള്ളം പറന്നു പോയാലും ഒളു കഷ്ടിച്ച് ശരിയാവും, പക്ഷെ സമ്പൂർണമായ ഒളു ആവൂല. നമ്മൾ കൈയിൻ്റെ മുൻകൈ കഴുകുന്ന ഒന്നാം ഘട്ടത്തിൽ തന്നെ അത് സുന്നത്തായ ഒളുവിൻ്റെ ഭാഗമാണെന്ന് നിയത്ത് വെക്കണം. അല്ലെങ്കിൽ കൈ കഴുകൽ മാത്രമായി പോകും, അത് ഒളുവിൻ്റെ കൂലി കിട്ടാൻ പറ്റുന്ന ഒരു അമലോ ഇബാദത്തോ ആയിട്ട് മാറൂല. ഇങ്ങനെ സമ്പൂർണമായി ഒളു എടുക്കൽ, പിന്നെ ഒളുവിന് ശേഷമുള്ള ദിക്റ് ചെല്ലൽ. ആ ദിക്റ് പതിവാക്കി കഴിഞ്ഞാൽ വലിയ മഹത്വമാണ്. സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളിൽ നമുക്ക് ഇഷ്ടപ്പെട്ടതിലൂടെ കയറാമെന്നാണ് ഹദീസ്. പാലിക്കണത് നല്ലതാണ്. എനിക്കത് പറയാൻ യോഗ്യത ഉണ്ടോന്നൊന്നും എനിക്കറിയില്ല, എന്നാലും പറയാണ്. ആഖിറത്തിലെത്തിയിട്ട് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് ഒരു വട്ടം കൂടി ചെല്ലാമായിരുന്നു എന്ന് മനുഷ്യർ ഓർക്കുന്നൊരു സന്ദർഭത്തെക്കുറിച്ച് മതം പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ഒരു വട്ടം കൂടി ചെല്ലായിരുന്നു കേട്ടോ മരിക്കണീൻ്റെ മുമ്പ് എന്ന് മനുഷ്യൻ ഓർക്കുന്ന വളരെ അനർഘമായ ഒരു അവസ്ഥയെക്കുറിച്ച് മതം പറയുന്നുണ്ട്. അത് ഇപ്പോഴേ നടക്കുള്ളൂ, മരിച്ചതിന് ശേഷം നടക്കൂല. മിറാജിൻ്റെ രാത്രിയിൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർവ്വപിതാവും തൻ്റെ അഭിമാനത്തിൻ്റെ റസൂൽ പലപ്പോഴും ദ്വാരക്കാറുണ്ട്. അന ദഅവത്തു അബി ഇബ്രാഹിം, തൻ്റെ പൂർവികരിൽ തൻ്റെ അഭിമാനവുമായി മാറിയിരുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുന്നുണ്ട്. മഹാനുഭാവൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉമ്മത്തിൻ്റെ അടുത്ത് പോകുമ്പോൾ അവർക്ക് സ്വർഗത്തിലുള്ള ഫ്രൂട്ട്സുകളും അവർക്ക് ആവശ്യമായ വസ്തുക്കളും ഉണ്ടാവാനുള്ള മരങ്ങൾ വെച്ചുപിടിപ്പിക്കാൻ പറയണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. എൻ്റെ വല്യപ്പനോട് മുത്തറസൂൽ വിനയാന്വിതം ചോദിച്ചു, എങ്ങനെ സ്വർഗത്തിൽ മരങ്ങൾ നടുന്നത് ഭൂമിയിൽ വെച്ച്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്തത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, ഇത് ചൊല്ലിയാൽ മതി എന്നാണ്. ഇത് ചൊല്ലുമ്പോൾ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഇങ്ങനെ ഇഷ്ടപ്പെട്ട വിഭവങ്ങളുടെ മരത്തൈകൾ നട്ടുകൊണ്ടിരിക്കും. നമ്മൾ വരുമ്പോഴേക്ക് പൂത്തുലഞ്ഞ് കാഴ്ച നിൽക്കും. ഒരൊറ്റ പ്രാവശ്യം കൂടി സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയാൽ എത്ര നന്നായിരുന്നുവെന്ന് മനുഷ്യൻ പിന്നീട് അമലിന് സാധ്യതയില്ലാത്ത ലോകത്ത് വെച്ച് വിലപിക്കുന്നതിനെ കുറിച്ച്, വിചാരിക്കുന്നതിനെ കുറിച്ച്, മോഹിക്കുന്നതിനെ കുറിച്ച് മതം പറയുന്നുണ്ട്. അപ്പം ആ ദിക്റുകളൊന്നും ഒഴിവാക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നേരിട്ട് ലഭ്യമായ അത്തരം ദിക്റുകൾ നമ്മെ സംസ്കരിക്കുക തന്നെ ചെയ്യും. ആഖിറം വിജയിക്കാൻ എന്ത് വേണമെന്നൊരു സഹാബി വരെ മുത്തറസൂലിനോട് ചോദിക്കുന്നുണ്ട്. പല സന്ദർഭങ്ങളിൽ പലരും ചോദിക്കുമ്പോൾ അവരുമായി ബന്ധപ്പെട്ട രീതിയിൽ അവിടുന്ന് മറുപടി പറയുന്നുണ്ട്. ഇദ്ദേഹത്തോട് നബി പറഞ്ഞത് അള്ളാഹുവിൻ്റെ ദിക്റ് കൊണ്ട് നിന്റെ നാവ് ഹരിതാഭമാവട്ടെ എന്നാണ്. അള്ളാഹുവിൻ്റെ ദിക്റ് കൊണ്ട് നിന്റെ നാവ് റത്തുബൻ നനഞ്ഞു കിടക്കട്ടെ. അപ്പം എപ്പോഴും ഇങ്ങനെ ഒരു ദിക്റ് വേണം, സ്വലാത്ത് വേണം, എപ്പോഴും ഫിക്ർ വേണം. ഈ ജീവിതത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടേയിരിക്കണം. ഇങ്ങനെയൊക്കെ ആലോചിച്ച് ഉദുവിന് ശേഷമുള്ള ദിക്റും ദുആയൊക്കെ ചൊല്ലി വന്ന് വാങ്കും ഇഖാമത്തും കൊടുത്ത്, അത് ഖുശൂ ഉണ്ടാവാനുള്ള ഒരു ഐഡിയ ആണ്. വാങ്കും ഇഖാമത്തും കൊടുക്കുക. വാങ്കിൻ്റെ ഒക്കെ പദങ്ങളുടെ അർത്ഥം നമുക്കറിയാമല്ലോ, നമ്മളങ്ങനെ ചൊല്ലിപ്പോണോണ്ടല്ലേ. അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ ആശയം? നമ്മൾ വളരെ നിന്ദ്യരും നിസ്സാരരുമാണെന്ന്. അള്ളാഹു അക്ബർ എന്ന് പറയുന്ന റാ പൂർത്തിയാക്കാൻ ചിലപ്പോൾ കഴിഞ്ഞോളണം എന്നില്ല എന്ന്. സ്വർഗം നിർമ്മിച്ചിട്ട് ഉദ്ഘാടനത്തിന് ചെല്ലുമ്പോൾ കാലെടുത്ത് വെക്കുന്നതോടുകൂടെ പിടിക്കവനെ എന്ന് പറഞ്ഞിട്ട് റൂഹിനെ പിടിക്കുന്ന ഇസ്രായേൽ അലൈഹി സ്വലാത്തു വസ്സലാം പിന്നീട് പറയുന്നത് നമുക്ക് ചില ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം. എനിക്ക് അന്നൊരു ചെറിയ വിമിട്ടം തോന്നിയെന്ന്.
കാരണം അത്ര ശ്രമം ചെയ്ത് സ്വർഗം നിർമ്മിച്ചിക്ക, വെല്ലുവിളിച്ചിട്ട്. അതിന്റെ ഉദ്ഘാടനത്തിന് മൂപ്പരാൾ കയറാൻ നിൽക്കുകയാണ്. പാലിന്റെയും തേനിന്റെയും ഒക്കെ അരുവികളൊക്കെ നന്നായിട്ട് പണം വ്യയം ചെയ്ത് സ്ഥാപിച്ചിരിക്കുകയാണ്. ആ ഉദ്ഘാടനത്തിന് കയറുമ്പോൾ കാല് പൊക്കുമ്പോൾ ആ കാലവിടെ ഇറക്കി വെക്കാൻ സമ്മതിക്കരുതെന്ന് കൽപ്പന വന്നാൽ, അപ്പൊ അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് അല്ലാഹുവാണ് വലിയവൻ, അവനാണ് സർവശക്തൻ, അവനാണ് ഈ മഹാപ്രപഞ്ചത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, പച്ചപ്പകൽ പോലും കുരാകൂരിരുട്ടുള്ള വനത്തിനുള്ളിൽ നട്ടപ്പാതിരിക്കൊരു ചെറിയ ചെടിയിൽ നിന്ന് ഇല വീഴുന്നത് പോലും അവന്റെ നിയന്ത്രണപ്രകാരമല്ലാതെ സ്വതന്ത്രമായല്ലാന്ന്. ആ രീതിയിൽ നമ്മൾ പഠിച്ച റബ്ബ് ഏറ്റവും വലിയവനാണ് എന്ന് വാങ്കലും ഇഖാമത്തിലുമായിട്ട് പലവട്ടം ആവർത്തിച്ചിട്ട് നമ്മൾ തക്ബീർ ഇട്ടാൽ തീർച്ചയായിട്ടും ഖുശൂ ഉണ്ടാകും. പിന്നെ വളരെ ഭക്തിയോടുകൂടെ നിസ്കാരത്തിൽ ഇങ്ങനെ നിന്നിട്ട് പടച്ച റബ്ബേ ഇത് ചിലപ്പോൾ എൻ്റെ അവസാനത്തെ നിസ്കാരമായിരിക്കും എന്നുള്ളൊരു ബോധത്തിലേക്ക് വരിക. പടച്ച റബ്ബേ ഇതിൻ്റെ അവസാനത്തെ നിസ്കാരമായിരിക്കുന്നു. അപ്പൊ നമ്മൾ എത്രമേൽ സൂക്ഷ്മത കാണിക്കും. അവസാനത്തെ നിസ്കാരമാണെങ്കിൽ അவ்விധത്തിൽ നിസ്കാരത്തെ സമീപിക്കുക, ദിക്റുകളൊക്കെ ചെല്ലുക, വജ്ജഹത്ത് ചെല്ലുക, അഊദു ഓതുക. വേഗം കയറിയിട്ട് അല്ലാഹു അക്ബർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയാൻ നിൽക്കണ്ട. ദിക്റുകളൊക്കെ പൂർണ്ണമായ രീതിയിൽ ചൊല്ലുക. അതൊക്കെ ചെല്ലാതിരിക്കണ ഖറാത്താണ്, നിസ്കാരത്തിന്റെ പൂർണ്ണതയെ ബാധിക്കണത്. ഇങ്ങനെ നിസ്കരിച്ചാൽ നല്ല ഖുശൂ ഉണ്ടാകും. അത്തരം വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നുവെന്ന് പരിശുദ്ധ ഖുർആനിൽ സൂറത്തു അൽ മുഅ്മിനൂനിന്റെ 1-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു. ഇനി അവരെ കുറിച്ചുള്ള മറ്റൊരു വിശേഷണം പറയുന്നത് വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, അനാവശ്യമായ കളി തമാശകളിൽ നിന്ന് അവർ വിട്ടുനിൽക്കും. അനാവശ്യം എന്ന് പറഞ്ഞാൽ ഭൗതികമായും ആത്മീകമായും ഗുണമുള്ളതിലാണ് മനുഷ്യൻ പ്രവേശിക്കേണ്ടത്. ഭൗതികമായും ആത്മീകമായും ഗുണമുള്ളതിൽ. അപ്പൊ നമുക്ക് ഫിസിക്കൽ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ചില സംഗതികളൊക്കെ പറ്റൂലേ? പറ്റും. പക്ഷെ അതുവഴി ആത്മീകമായ പരാജയം വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചു ചേർന്ന് സൂമ്പ കളിക്കരുത് എന്ന് നമുക്ക് താല്പര്യം വരുന്നത്. എക്സസൈസ് പറ്റൂലേ? വളരെ മനോഹരം. അരുകണ്ടായിക്കൂടെ ഏറ്റവും ആവശ്യം എന്ന് വെച്ചിട്ട് അത് ആണും പെണ്ണും ഒന്നിച്ചു ചേർന്ന് നിന്ന് ആടിപ്പാടി ഒരു മറ്റൊരു തലത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ള വിധം അത് ചെയ്യരുത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ആവശ്യമുള്ളവർക്ക് സ്വീകരിക്കാം, പറ്റാത്തവർക്ക് ഉപേക്ഷിക്കാം. നമുക്ക് നന്നായിട്ട് ഫിസിക്കൽ ട്രെയിനിങ് നടത്തിക്കൂടെ? പറ്റും. എക്സസൈസ് ചെയ്തൂടെ? പറ്റും. പുഷപ്പ് പറ്റൂലേ? പറ്റും. അങ്ങോട്ട് കയറി ചെയ്തിട്ട് ശരീരം നശിപ്പിക്കരുത് എന്ന് സാന്ദർഭികമായിട്ട് പറയാണ്. ഒരു ദിവസം ആവേശത്ത് കയറിയിട്ട് 50 പുഷപ്പൊക്കെ, അങ്ങനെ ഹാർട്ടിന് അറ്റാക്ക് വരുത്തരുത്. അതിനുവേണ്ടി ചെലവഴിക്കാം. നമ്മുടെ കുടുംബത്തെയും സമൂഹത്തെയും സഹായിക്കാൻ വേണ്ടിയുള്ള ജോലികളിലൊക്കെ വ്യാപാരങ്ങളിലൊക്കെ നമുക്ക് വ്യാപൃതരാവാം. ദിക്റിലും ഫിക്റിലുമായിട്ട് കൂടാം. മനുഷ്യൻ ആനന്ദം വരും വിധത്തിലുള്ള മതവിരുദ്ധമല്ലാത്ത വിനോദോപാധികളിലൊക്കെ പങ്കെടുക്കാം. കവിതയൊക്കെ ചെല്ലാം. സന്തോഷം കിട്ടുമെങ്കിൽ ദീനീ വിരുദ്ധമല്ലാത്ത പാട്ടുകൾ പാടാം. ഇതൊക്കെ റെഡിയാണ്. പക്ഷേ ഒരു ഉപകാരവും കിട്ടാത്ത വിധത്തിലുള്ള മനുഷ്യന്റെ ആത്മാവിനെ പിന്നെയും 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 ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കളി തമാശകളിൽ കൂടാൻ പറ്റൂല. അപ്പൊ ഈ ലക്കിക്കളികളിലൊന്നും അങ്ങനെ കൂടാൻ പറ്റൂല. ലക്കിക്കളികൾ, ഒരുത്തൻ തോൽക്കുക മറ്റവൻ വിജയിക്കുക, എങ്ങനെ? കേവലം ലക്കി അടിച്ചിട്ട്. അല്ലാതെ അവന്റെ പ്രയത്നമൊന്നും അതിലില്ല. ദിനം വെച്ചാൽ ബുദ്ധിപരമായി ഗുണം കിട്ടുന്ന വല്ല സംഗതിയാണോ? ശരീരത്തിന് ക്ഷമത കൂടുന്ന വല്ല സംഗതിയാണല്ലോ. അതൊക്കെ പറ്റും. ദീനവിരുദ്ധാവരുത്, നിസ്കാരം കളാക്കരുത്, പന്തയത്തിന്റെ ടൈപ്പിലാവരുത്. അല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. അപ്പൊ ഫോണിൽ എന്തൊക്കെ കാണാന്നുള്ളത് നമ്മൾ ഇത് വെച്ച് മനസ്സിലാക്കണം. ആരെങ്കിലും നിർമ്മിച്ച വൃത്തികെട്ട ക്ലിപ്പുകളും ഷോർട്സുകളും അങ്ങനെ കണ്ട് നമ്മുടെ സമയം നശിപ്പിക്കാൻ പാടുണ്ടോ? ഇല്ല. വിജയിച്ച വിശ്വാസിയാവൂല. അവനിങ്ങനെ ഒരാളായിട്ട് നടക്കാം. കുറേ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും അവന് കാണാം. ആവശ്യമില്ലാത്തതായ രീതിയിൽ ഓരോരുത്തർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന റീൽസൊക്കെ ഇങ്ങനെ കണ്ട് സമയം കളയാം, കണ്ണ് നശിപ്പിക്കാം, ഏകാഗ്രത കളയാം, ഉറക്കില്ലാതെയാക്കാം. അങ്ങനെയൊക്കെയാണ് ചില പഠനങ്ങൾ.
നമ്മൾ ഈ വൈകിട്ടും പിന്നെ രാത്രിയും കിടക്കാൻ ചെന്നിട്ടും ഒക്കെ ഈ മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവരുറങ്ങിയാൽ പോലും നേരാവിധം ഉറക്ക് കിട്ടൂല എന്നാണ്. അതുകൊണ്ട് അവരുടെ ശരീരത്തിന് എപ്പോഴും ഇങ്ങനെ എനർജറ്റിക് ആയിട്ട് നിൽക്കാൻ പറ്റൂല. രാവിലെ എഴുന്നേറ്റാൽ അലസതയായിരിക്കും, മടിയായിരിക്കും, പലപ്പോഴും ഇങ്ങനെ കോട്ട വിട്ടുകൊണ്ട് ക്ഷീണത്തിലായിരിക്കും. അതുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കണം. അല്ലെങ്കിൽ ആരോ നിർമ്മിക്കുന്ന വെറും തമാശക്കളികൾ കാണുന്നതിന് എന്തർത്ഥമുള്ളത്? നമ്മൾ ആരാണെന്ന് ആലോചിക്കണ്ടേ? നമ്മൾ ആരാന്നുള്ളത് ആലോചിക്കണ്ടേ? എന്തിനാണ് ജന്മം എന്നത് ആലോചിക്കണ്ടേ? എത്ര കാലം നമുക്ക് പോകാനാകും എന്നതിനെ കുറിച്ചൊരു വിചാരം വേണ്ടേ? ഒരു ദിവസം 2 മണിക്കൂർ വീതം ഈ ഷോർട്സും ക്ലിപ്പുകളും ആരെങ്കിലും നിർമ്മിച്ച വീഡിയോസും തമാശകളും ചിരിക്കളികളും കണ്ടങ്ങിരുന്നിട്ട് ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം തീർത്തും അനുചിതമായി നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാവണ്ടേ? ഈ ആത്മീയതയെ തൽക്കാലം മാറ്റി നിർത്തി നോക്കൂ. ഒരു ജോലിക്കാരൻ 2 മണിക്കൂർ ഇതിമ കൂടിയാൽ അവൻ്റെ ജോലിയിൽ എത്രമേൽ നഷ്ടം വരും. ഒരു ബിസിനസ്സുകാരൻ 2 മണിക്കൂർ ഇതിമ കൂടിയിട്ടുണ്ടെങ്കിൽ, 4 മണിക്കൂർ ഇതിമ കൂടിയിട്ടുണ്ടെങ്കിൽ അവന് ഇനിയും പുരോഗതിയിലേക്ക് എത്താൻ പറ്റുന്ന എത്ര അവസരങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. എത്ര കുഞ്ഞുങ്ങൾ മരണപ്പെടുന്നുണ്ട് ഉമ്മയ്ക്ക് ശ്രദ്ധിക്കാൻ പറ്റാഞ്ഞിട്ട്. അവരിതിലായിരുന്നു. കുഞ്ഞു പോയി വീഴുന്നതോ വെള്ളത്തിൽ ചാടിയതോ ക്ലോസറ്റിൽ വീണതോ ഒന്നും അറിഞ്ഞില്ല. വേറെ ഏതൊക്കെ രീതിയിലുള്ള അനർത്ഥങ്ങൾ സംഭവിക്കുന്നുണ്ട്. എത്ര ആത്മഹത്യകൾ നടക്കുന്നുണ്ട്. എത്ര വൃത്തികെട്ട ലൈംഗികമായ ഏർപ്പാടുകൾ ഇതുവഴി സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എത്ര പ്രണയങ്ങളും എത്ര തട്ടിക്കൊണ്ടുപോകലുകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എത്ര കൊള്ളകൾ നടക്കുന്നുണ്ട്. ഇതിനൊക്കെ ഇതാണ് സഹായകമാകുന്നതെങ്കിൽ ആഖിറത്തിന് വേണ്ടി ജീവിക്കുന്നവൻ, വിശ്വാസിയെക്കുറിച്ചാണ് നമ്മൾ പറയണത്. ഈ ലോകത്ത് എന്നുമെന്നും അവൻ കഴിയുമെന്ന് ഒരിക്കലും അവന് ഉറപ്പില്ല. ഈ ലോകത്തിൽ നിന്ന് കഴിഞ്ഞു പോയാൽ മറ്റൊരു ലോകമുണ്ടെന്നവൻ കൃത്യമായി ഉറപ്പിക്കുന്നു. അതാണ് വസ്തുത, അതാണ് യാഥാർത്ഥ്യം. അതിനു വേണ്ടി ജീവിക്കുന്ന ഒരുത്തൻ അവൻ്റെ സമയം മുഴുക്കെ ഇതിനു വേണ്ടി തീർക്കുക എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും പരമവിഡ്ഢിയുടെ ലക്ഷണമാണ്. നല്ല ഭക്തിയോടുകൂടെ ഉംറക്ക് പോകുന്ന സമയത്ത് പോലും ഓരോ മൂമെന്റും ഇങ്ങനെ റീൽസ് ഉണ്ടാക്കി വിട്ടുകൊണ്ടിരിക്കുക. അവരുടെ ശ്രദ്ധ മൊത്തം പടച്ച റബ്ബിൻ്റെ വിശുദ്ധമാം മംഗളത്തിലെത്തിയിട്ട്, പടച്ച റബ്ബിൻ്റെ കഅബയുടെ പരിസരത്തെത്തിയിട്ട് ഇതേ ഞങ്ങൾ ആദ്യമായി കഅബ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് റീൽസ് നിർമ്മിക്കുക. കഅബ ആദ്യം കാണുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നതിന് അപ്പടി ഉത്തരം കിട്ടുമെന്ന് ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടെ പ്രാർത്ഥിക്കാൻ നിൽക്കല്ല, ദേ കാണുന്ന കഅബ ഞാൻ ആദ്യമായിട്ട് കാണാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതും റീൽസാക്കി മാറ്റുക. അല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. അനാവശ്യമായ കളിതമാശകളിൽ നിന്ന് അവർ വിട്ടുനിൽക്കും, സമ്പൂർണമായി അവർ വിട്ടുനിൽക്കും. സൂറത്തുൽ മുഅ്മിനൂനിൻ്റെ അവസാന ഭാഗത്ത് വൈദാ മർറൂ ബിൽ ലഗ്വി മർറൂ കിറാമാ, ഇങ്ങനത്തെ അനാവശ്യമായ കളിതമാശകളുടെ അരികിലൂടെ അവർ പോവുകയാണെങ്കിൽ അവർ മാന്യന്മാരായി സഞ്ചരിക്കുമെന്ന് പറയുന്നുണ്ട്. നോക്കുക പ്രയോഗം, മർറൂ കിറാമാ, മാന്യന്മാരായിട്ട് അവരങ്ങനെ നടക്കും. അപ്പോൾ അവിടെ എന്തൊക്കെയോ ആനമയിലൊട്ടകം നടക്കുന്നുണ്ട്. കുറച്ചു നേരം ഇങ്ങനെ കണ്ടു നിൽക്കുക എന്ന് അവർ വിചാരിക്കൂല. കാരണം അത് മാന്യതയുടെ ലക്ഷണമല്ല. അവരിങ്ങനത്തെ സംഗതികളുടെ അരികിലൂടെ നടക്കേണ്ടി വരുമ്പോൾ മർറൂ കിറാമ, വളരെ മാന്യന്മാരായിട്ട് അവർ നടക്കും. മാന്യന്മാരുടെ മക്കൾ മാന്യന്മാർ, സ്വാഭാവികം. അവരെ കണ്ടാണ് ഇവർ വളരുക. പിൽക്കാലത്ത് നമ്മുടെ ഈ ആൽഫയിൽ നിന്ന് ബീറ്റ ജനറേഷനിലേക്ക് എത്തിയ കുട്ടികളെ നമ്മൾ പറയണ മാതിരി കിട്ടണില്ല എന്നും പറഞ്ഞിട്ട് നമ്മൾ വേപത് കൂടുമ്പോൾ എന്തുകൊണ്ട് എന്നുള്ളതിനെ കുറിച്ച് കൂടെ ഒന്ന് ആലോചിക്കണം. നമ്മളങ്ങനെയൊക്കെയാണ്, നമ്മൾ ഫുൾ ടൈം മൊബൈലിലാണ്, നമ്മൾ അതിൽ നിന്ന് കണ്ണെടുക്കൂല. പിന്നെ മക്കളെ നന്നാവണമെന്ന് ആഗ്രഹിച്ചിട്ടോ കൽപ്പിച്ചിട്ടോ ഒരു കാര്യം ഉണ്ടാവില്ല. വാപ്പമാരും ഉമ്മമാരും ആരാണ്, അതനുസരിച്ച് മക്കൾ വരും. അതുകൊണ്ടല്ല മറിയം ബീവി കുഞ്ഞിനെയുമായി സമൂഹത്തിലേക്ക് എത്തുമ്പോൾ ആ സമൂഹം ഒന്നിച്ചു പറയുന്നത്, എന്തു മറിയം എന്താ ചെയ്തത്, വല്ലാത്തൊരു അപരാധമായല്ലോ. മാകാന അബൂക്കി ഇംറഅ സൗഇൻ വമാകാന ഉമ്മുക്കി ബഗിയ. സൂറത്ത് മറിയമിൽ നമുക്ക് അങ്ങനെ തന്നെ കാണാം. ആ സമൂഹം പറയാം, മാകാന അബൂക്കി ഇംറഅ സൗഇൻ, നിന്റെ വാപ്പ ഒരു മോശം മനുഷ്യനല്ലായിരുന്നു. വമാകാന ഉമ്മുക്കി ബഗിയ, നിന്റെ ഉമ്മയാണെങ്കിൽ ഒരു തമ്മാടിയും അല്ലായിരുന്നു. പിന്നെ എന്തേ നീ കല്യാണം കഴിക്കണതിന് മുമ്പ് കുഞ്ഞുമായി വന്നിരിക്കുന്നു? അപ്പോൾ വാപ്പ തമ്മാടിയായാൽ ഉമ്മ വൃത്തികെട്ടോളായാൽ സ്വാഭാവികമായും കുട്ടികൾ അങ്ങനെ വരും. വരണം എന്നല്ല, വരാം, കൂടുതൽ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർ ചോദിക്കണം, ഉമ്മയിപ്പൊന്നും തകരാറില്ല, പിന്നെ എങ്ങനെ നീ ഇങ്ങനെ പഴച്ചു കഴിയുന്നു?
വൈദാ മർറൂ ബില്ലഗ്വി മർറൂ കിറാമ, മാന്യമായി അതിലൂടെയാണ് കടന്നുപോകും. കടന്നുപോയാൽ അവർക്ക് അനിവാര്യമാണ്. പക്ഷെ അവിടെ ഇങ്ങനെ തിരിഞ്ഞു കളിച്ചു നിൽക്കൂല. അപ്പൊ സമയം കളയുന്ന, ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമില്ലാത്ത ഇത്തരം സംഗതികളിൽ നിന്ന് സമ്പൂർണമായി വിട്ടുനിൽക്കുന്നവരാകുന്നു വിശ്വാസികൾ. അപ്പൊ ഫായിദയില്ലാത്ത കൗലെന്ന് വിട്ടിക്കണം. വെറുതെ പടപടപടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ചില ആളുകൾ അങ്ങനെയാണ്, ബുദ്ധിമുട്ടിപ്പോവും. നമ്മൾ മനുഷ്യന്മാർ ഉപദ്രവത്തിൽ ആവലും കഞ്ഞിയായി പോകും. കാര്യം പറഞ്ഞുകൊണ്ട് എന്നാന്ന് പോവോ, ഒന്ന് നിർത്തുവോ? അതൊന്നുമില്ല. പിന്നെന്താ, സൈക്കല്ലാതെ ഇറക്കി വിടാൻ പറ്റുമോ? അതുമില്ല. ചിലർക്ക് കലാപരമായിട്ട് അങ്ങനെ ചെയ്യും. യു ക്യാൻ വിൻ പോലെയുള്ള പുസ്തകത്തിലൊക്കെ കാണാം അമേരിക്കയിലെ ഒരു മാനേജറെ കുറിച്ച്. ആര് സംസാരിക്കാനും ആവശ്യത്തിനും വന്നാൽ അപ്പം അയാൾക്കൊരു കോള് വരുമെന്ന്. അതാ ഞാൻ ഇപ്പോൾ വരാം, ഇവിടെ ഒരു കസ്റ്റമർ ഉണ്ട്, ഞാൻ പിരിച്ചുവിട്ട് ഇപ്പോൾ വരാം, പിന്നെ വേഗം പറയും എനിക്കൊരു അർജൻറ്റായിട്ട് പോകാണ്ടെന്ന് പറയും. ഇയാൾ പോയതിൻ്റെ ശേഷം അയാൾ പോകുന്നില്ല. കാരണം ഒരാളെ പണിക്ക് ഏൽപ്പിച്ച് ആര് വന്നാലും ഈ ഒരു കോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്യാം. മനരാവുന്ന കോടമ്പുഴ ഉസ്താദ് ചുമരിൽ എഴുതി വെച്ചിട്ടുണ്ട്, സമയം വിലപ്പെട്ടതാണ്, എൻ്റേതും നിൻ്റേതും എന്ന്. ഒന്ന് പോയി തരുമെന്നാണല്ലോ അതിൻ്റെ ഒരു അർത്ഥം. ഒന്ന് ഇറങ്ങി തരുമെന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ അത് മുഖത്തടിച്ച് പറയാനുള്ളൊരു പ്രയാസം കൊണ്ട് സമയം വിലപ്പെട്ടതാണ്, എൻ്റേതും നിൻ്റേതും. അങ്ങനെ സമയം സൂക്ഷിച്ചത് കൊണ്ടാണ് പരിശുദ്ധ ഖുർആനിന് 31 ബൃഹത്തായ വാള്യങ്ങളുള്ള തഫ്സീർ എഴുതാൻ കഴിയുന്നത്. അങ്ങനെ സൂക്ഷിച്ചത് കൊണ്ടാണ് ഷെയ്ഖുൽ ഹദീസ് ഇസ്മായിൽ നെല്ലിക്കുത്ത് ഉസ്താദിന് മിഷ്കാത്തിന് നിരവധി വാള്യങ്ങളുള്ള മിർആത്ത് എന്ന് പറയുന്ന വിശദീകരണ ഗ്രന്ഥം എഴുതാൻ പറ്റുന്നത്. പ്രബോധനം വാരികയിൽ ഹദീസ് പതിപ്പിറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ. അതിൽ പ്രധാനപ്പെട്ട ഒരു ലേഖനം നെല്ലിക്കുത്ത് ഉസ്താദിന്റെ ഈ ഹദീസ് ശറഹ് ഗ്രന്ഥത്തെ കുറിച്ചായിരുന്നു. മലയാളികളാകുന്ന ഒരാളും അങ്ങനത്തെ ഒരു ഗ്രന്ഥം രചിച്ചിട്ടില്ലെന്ന് അവർ പഠനം നടത്തി അതിൽ വിലയിരുത്തുന്നുണ്ട്. അങ്ങനെ സംഭവം ഇല്ല. പ്രത്യേകിച്ച് ഷാഫിഈ മസ്ലക്കനുസരിച്ചുള്ള മിഷ്കാത്തിന്റെ ഒരു ശറഹ് ഇന്ന് ലഭ്യമേയല്ല. ആ വിടവ് നികത്തിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ 7-8 വാള്യുള്ള തടിച്ച വാള്യങ്ങളുള്ള ആ ഒരു ഹദീസിന്റെ ശറഹ് ഉണ്ടാക്കുന്നത്. ചില്ലറ അമലാണ്. ആലോചിച്ച് നോക്കുങ്ങൾ. 31 വാള്യത്തിൽ കോടമ്പുഴ ഉസ്താദ് ഉണ്ടാക്കിയ തൈസീർ ജലാലൈനി എന്ന ഖുർആൻ വ്യാഖ്യാന അറബി ഗ്രന്ഥം വായിച്ചു തീർക്കാൻ നമുക്ക് എത്ര സമയം ആവശ്യമായി വരും? എത്ര സമയം ആവശ്യമായി വരും? ഇത് മാത്രമാണോ? 100-ലധികം അറബി ഗ്രന്ഥങ്ങളും ഉണ്ട്, മലയാള ഗ്രന്ഥങ്ങളും ഉണ്ട്. വിവിധ വിഷയങ്ങളിൽ. ചരിത്രം എഴുതല്ലോ. ക്ലോണിങ്ങിനെ കുറിച്ച് എത്ര പഠിക്കണം? ക്ലോണിങ്ങിനെ കുറിച്ചുള്ള പുസ്തകത്തിൽ എത്ര പഠിക്കണം? അപ്രകാരം ഈ ജിനോം പ്രൊജക്റ്റിനെ കുറിച്ച് എത്ര പഠിക്കണം? എങ്ങനെയാണ് ധ്രുവങ്ങളിലും സ്പേസിലും നിസ്കരിക്കേണ്ടതെന്ന് എത്ര പഠിക്കണം? നിസ്കാരം വിഷമഘട്ടങ്ങളിൽ എന്ന് പറയുന്ന പുസ്തകം മലയാളത്തിൽ നമുക്ക് ലഭ്യമാണ്. എങ്ങനെയാണ് സ്പേസിൽ പോയാൽ നിസ്കരിക്കുക, എങ്ങനെയാണ് നമ്മൾ ധ്രുവപ്രദേശങ്ങളിൽ പോയാൽ നിസ്കരിക്കുക, എങ്ങനെയാണ് നമ്മൾ ഓസ്ലോയിലെത്തിയാൽ, നോർവേയുടെ തലസ്ഥാനം ഓസ്ലോയിലെത്തിയാൽ നിസ്കരിക്കുക. അവിടെ 6 മാസം പകലായിരിക്കും, 6 മാസം രാത്രിയായിരിക്കും. ഇതിനെക്കുറിച്ച് വ്യക്തമായി വിശദീകരിക്കണമെങ്കിൽ ഏതൊക്കെ സംവിധാനങ്ങൾ പഠിക്കണം? എന്താ സ്പേസും അവിടുത്തെ സംവിധാനങ്ങളും പഠിക്കണ്ടേ? അതിനൊക്കെ എത്ര ടൈം ആവശ്യമാകും? ചരിത്രം എഴുതല്ല. ചരിത്രം എഴുതുകയാണെങ്കിൽ നമുക്ക് കുറെ ഇങ്ങനെ അങ്ങനെ പകർത്തി നമ്മുടെ വാക്കും നമ്മുടെ ഭാഷയൊക്കെ അനുസരിച്ച് അങ്ങനെ ചെയ്തു വിട്ടാൽ മതിയല്ലോ. കുടുംബസ്ഥ ചരിത്രം എഴുതുന്നതും എങ്ങനെയാണ്? സയ്യിദുൽ ബഷർ എന്ന് പറഞ്ഞ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള ചരിത്ര ഗ്രന്ഥമുണ്ട്. അതിനുവേണ്ടി മാത്രം 150 വലിയ ഗ്രന്ഥങ്ങൾ കോടമ്പുഴ ഉസ്താദ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു ജന്മം കൊണ്ട് ഇത് സാധിക്കുന്നത്? അതുകൊണ്ടാണ് ചുമരിൽ എഴുതി വെക്കുന്നത്, സമയം വിലപ്പെട്ടതാണ്, എൻ്റേതും നിങ്ങളുടേതും. അപ്പൊ സംസാരിച്ചിട്ട് തോൽപ്പിക്കരുത്. ഡോക്ടർമാരുടെ അടുത്തേക്ക് എത്തിപ്പോയ ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. കാര്യം ബോധ്യപ്പെട്ടാലും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവർ ഈ പനി നോക്കണ സാധനം വായിൽ വെച്ച് കൊടുക്കുക. മിണ്ടാണ്ടിരിക്കട്ടെ എന്ന് എഴുതിയിട്ട്. അല്ലാതെ പനി നോക്കാനൊന്നുമല്ല. അവർ മരുന്ന് എഴുതി തുടങ്ങിയിട്ടുണ്ട്, കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ട്, കൺസൾട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ പനി പറഞ്ഞുകൊണ്ടിരിക്കും. ഇത്തിരി ഭാഷയിൽ പറയാൻ കഴിയുന്നത് അങ്ങനെ തന്നെ പറയണം. ഇത്തിരി മഴ കൊണ്ടു പനി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തീരണ സംഗതി ഞാനെൻ്റെ മോള് കൂടിയിരുന്ന് നിൽക്കണു എന്ന് പറഞ്ഞാൽ അവിടുന്ന് അവിടെ തുടങ്ങിയാലോ? ഓളെന്നെ എപ്പോഴും വിളിക്കും, എനിക്കോട്ട് പോകാൻ കഴിയൂല. പറഞ്ഞിപ്പം ഞാനൊന്നോട് പോയി. അന്നാണെങ്കിൽ പെരും മഴയും. ഇങ്ങനെ പറഞ്ഞ് ഇവിടെ എത്തുമ്പോഴേക്ക് ഡോക്ടർക്ക് 2 രോഗികളെ പരിശോധിക്കാനുള്ള ടൈം പോയി പോകും. അപ്പോൾ ഒരു പനി നോക്കാൻ വേണ്ടിയിട്ട് സാധനം കുടഞ്ഞിട്ട് വായിൽ വെച്ച് കൊടുക്കും.
മുപ്പത്തിയത് ഭയങ്കര ഉഷാറിലെന്തോ നോട്ടായിരുതി അങ്ങനെ ഇരിക്കും. ഡോക്ടർ എഴുതുന്നുണ്ടാവും, ഇതുമായിട്ട് അതിനൊരു ബന്ധം ഉണ്ടാവില്ല. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ ശേഷം ഒന്ന് കുടഞ്ഞിട്ട് പോയിക്കോളി എന്ന് പറഞ്ഞ ലിസ്റ്റ് കൊടുക്കും. അങ്ങനെ എല്ലാവർക്കും വായിൽ വെച്ച് കൊടുക്കാൻ പറ്റുമോ? ഖൗലാവട്ടെ ഫിഅലാവട്ടെ ആഖിറത്തിന് ഉപയോഗപ്പെടാത്ത ഏത് സംഗതികളുണ്ടോ അതൊക്കെയും ഈ ലഗ്വിൽ ഉൾക്കൊള്ളുമെന്ന് മഹാന്മാർ വിശദീകരിക്കുന്നു. അതുകൊണ്ട് ഇമാമിനെ ഷാഫി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ട് ഇമാം നവവി റളിയല്ലാഹു അൻഹു ശറഹു മുസ്ലിമിൽ ഒരു സംഗതി പറയുന്നുണ്ട്. അതുകൂടെ പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കാം. നമ്മളൊരു വാക്ക് പറയുകയാണെങ്കിൽ അത് ഗുണാണോ ദോഷാണോ എന്ന് ആലോചിക്കണം എന്നാണ്. ഗുണാണെന്ന് ബോധ്യപ്പെട്ടാൽ ആവശ്യത്തിന് മാത്രം പറയണമെന്നാണ്. പദങ്ങൾ കൂട്ടരുത്, ആവശ്യത്തിന് മാത്രം പറയണം. ഗുണാണെന്ന് ബോധ്യപ്പെടുന്നില്ല, ദോഷാണെന്ന് ബോധ്യപ്പെട്ടാൽ സമ്പൂർണ്ണമായി മാറി നിൽക്കണം. ഇനി അതിൻ്റെ ഇടയിലുണ്ട് ഒരു സാധനം, ഗുണാണോ എന്ന് അറിയണില്ല ദോഷാന്ന് അറിയണില്ല, അതിൽ നിന്നും മാറി നിൽക്കണം. ഇത് ഏത് ഹദീസ് വിശദീകരിച്ച മാനവി തങ്ങൾ പറയുന്നു എന്നറിയോ? വമിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. അടിയന്തര പ്രാധാന്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നത് ഒരു വിശ്വാസിയുടെ മതത്തിന്റെ സൗന്ദര്യത്തിന്റെ ഭാഗമാകുന്നു. വിശ്വാസിക്കാവും അവന്റെ വിശ്വാസത്തിന് സൗന്ദര്യം ഉണ്ടാവണേൽ വമിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ, മനുഷ്യന്റെ ഇസ്ലാമിന്റെ ചന്തം ചൈതന്യം അതിൻ്റെ ഈ സൗന്ദര്യം തർക്കുഹു മാ ലാ യഅനി, അടിയന്തര പ്രാധാന്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലാണ്. നമ്മളിങ്ങനെ നടന്നു പോകണം, അവിടെ വട്ടത്തിൽ നിന്നിട്ട് ആനമയിലൊട്ടകം കളിക്കണ്, അവിടെ ഇങ്ങനെ നോക്കാതെ മറൂകിറാമ, അവിടെ നിന്നാണ് പോകലാണ് വിശ്വാസിയുടെ ഈമാനിന്റെ ചൈതന്യം. ഈ ഹദീസ് വിശദീകരിച്ച മാനവി റളിയല്ലാഹു അൻഹു പറയണത് ഷാഫി തങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറയാണ്, മൂപ്പരുടെ അഭിപ്രായം കൂടെ അല്ല. അതുകൊണ്ടാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെറിയ കല്ല് കടിച്ചു പിടിച്ചായിരുന്നു ജീവിതത്തിലുടനീളം സഞ്ചരിച്ചത്. എന്തിനാ ചെറിയ കല്ല് കടിച്ചു പിടിക്കണത്? അതൊക്കെ മാറ്റിയിട്ട് ബോധപൂർവം സംസാരിക്കാനാകണം. കേറിയുടെ പറയാൻ കഴിയരുത്. ഇതിങ്ങനെ കടിച്ചു പിടിച്ച് നടക്കുമ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് സംസാരിക്കാൻ കഴിയണം. ആ ഒരു ചെറിയ ഗ്യാപ്പിൽ വെച്ചതിൻ്റെ ഗുണവും ദോഷവും വിലയിരുത്താനാവണം. എൻ്റെ അഭിപ്രായമല്ല, ഇമാമുന ഗസാലി തങ്ങൾ ഇഹ്യാ ഉലൂമുദ്ദീനിൻ്റെ 3-ാം വാള്യത്തിൽ അജായിബുൽ ഖുലൂബ് വിശദീകരിക്കുന്നിടത്ത് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ഈ ചരിത്രം ഉദ്ധരിക്കുന്നുണ്ട്. ഇനി പറയും, എന്താ നമ്മൾ പറയേണ്ടത്? പറഞ്ഞുകൊണ്ടിരിക്കലാണോ? ചെറിയ ചെറിയ വാക്കുകൊണ്ട് മഹാവിപ്ലവം തീർത്തില്ലേ കുറേ മഹാന്മാർ? ഓക്കെ ഉസ്താദ്, നമ്മുടെ നാട്ടുകാരനല്ലേ, ചെറിയ വാക്ക് മാത്രമേ പറഞ്ഞുള്ളൂ. ഗംഭീരമായ പ്രഭാഷണങ്ങളില്ല, ദീർഘമായ ക്ലാസ്സുകളില്ല. കുഞ്ഞു കുഞ്ഞു വാക്ക് കൊണ്ടൊരു സമൂഹത്തെ സമുദ്ധരിച്ചു. എത്ര ശിഷ്യന്മാർ! ഇന്ന് ദീനിന് നേതൃത്വം നൽകുന്ന മിക്കവാറും പണ്ഡിതന്മാരെല്ലാവരും ഒക്കെ ഉസ്താദിന്റെ ശിഷ്യന്മാർ, അല്ലെങ്കിൽ ശിഷ്യരുടെ ശിഷ്യർ. ഉസ്താദിന് എത്രമേൽ ശിഷ്യന്മാരുണ്ട്. ഉസ്താദിന്റെ ശിഷ്യ സംഗമത്തിൽ ഗൾഫ് പോകാത്ത ഖത്തീബന്മാരൊക്കെ ആയിട്ട് വരാൻ പറ്റാത്ത, പിന്നെ തെക്ക് ഭാഗത്തു നിന്നൊക്കെ യാത്രാ പ്രയാസം കൊണ്ട് വരാത്ത ആളുകളൊക്കെ ഒഴിവാക്കി നിർത്തിയാൽ തന്നെ വലിയൊരു ഓഡിറ്റോറിയം നിറഞ്ഞു കവിഞ്ഞിരിക്കും. ഉസ്താദാരുടെ ശന കോട്ടൂർ ഉസ്താദിന്റെ, കോട്ടൂർ ഉസ്താദടുത്ത ഓതിയ ഓക്ക ഉസ്താദിന്റെ. ഉസ്താദിന്റെ ശിഷ്യന്മാർക്ക് എത്രമാനം ശിഷ്യന്മാരുണ്ട്. കൊളത്തൂർ ഉസ്താദിന്റെ സ്ഥാപനത്തിൽ 300 മുതഅല്ലിമീങ്ങൾ പഠിക്കുന്നുണ്ട്. അതൊക്കെയും കൊളത്തൂർ ഉസ്താദിന്റെ ശിഷ്യരാണ്. ആ ശിഷ്യരൊക്കെയും പൊന്മുള ഉസ്താദ് കടനോട് കടപ്പെട്ടിരിക്കുന്നു. അവരൊക്കെ കോട്ടൂർ ഉസ്താദിനോട് കടപ്പെട്ടിരിക്കുന്നു. അവരൊക്കെ ഈ വിജ്ഞാനത്തിന്റെ നിർദ്ധരി എത്തിച്ചേരുന്നു ബഹ്റുൽ ഉലൂം ഓക്കെ ഉസ്താദിലേക്ക്. വലിയ പ്രഭാഷണമൊന്നും നടത്തിയില്ല എന്ന്, തീരെ വലിയ ക്ലാസ്സുകളൊന്നും നമുക്ക് കാണാനില്ല എന്ന്, ആരെയും വഴക്ക് പറഞ്ഞില്ല എന്ന്, കുഞ്ഞു കുഞ്ഞു വാക്കുകൾ കൊണ്ടൊരു മഹാവിപ്ലവം തീർത്തു. അങ്ങനെയാവണമെന്ന് കരുതിയിട്ട് കല്ലും കടിച്ചു പിടിച്ച് അങ്ങനെ നടന്നു. അല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. ആരാ വിശ്വാസികൾ? അവർ അനാവശ്യമായ എല്ലാ ഏർപ്പാടുകളിൽ നിന്നും വിട്ടുനിൽക്കും. പിന്നെ ഹറാമാന്ന് കൃത്യമായി ബോധ്യപ്പെട്ട മതം പറഞ്ഞ കള്ള് കഞ്ചാവ് മയക്കുമരുന്നൊക്കെ ഒരു വിട്ടു നിൽക്കുന്നുള്ളത് പറയണ്ടോ? അനാവശ്യമായ നോവലുകളിൽ നിന്ന് മാറി നിൽക്കുന്നു പറയാണ്ടോ? വാരികകളിൽ നിന്ന് മാറി നിൽക്കുന്നു പറയാണ്ടോ? സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്നു പ്രത്യേകം വിശദീകരിക്കേണ്ടതുണ്ടോ? എല്ലാം മനസ്സിനെ നശിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് 2 വിശേഷണമാണ് നമ്മളിന്ന് ചർച്ച ചെയ്തത്. ഒന്ന്, നിസ്കാരത്തിൽ ഭക്തി പുലർത്തുന്നവർ. രണ്ടാമത്തേത്, അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നവർ. ഇനി നമുക്ക് ലൈംഗികമായ
ശ്രദ്ധ പുലർത്തുന്നവരെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യാനുണ്ട്. ഇൻഷാ അല്ലാഹ് തുടർ ക്ലാസ്സുകളിലോ മറ്റേതെങ്കിലും സന്ദർഭത്തിലോ നമുക്ക് അതേക്കുറിച്ച് സംസാരിക്കാമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഞങ്ങളുമായി ബന്ധപ്പെട്ട ആരൊക്കെ ഏതൊക്കെ രീതിയിൽ പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ പടച്ച റബ്ബേ നീ സലാമത്താക്കണേ റഹ്മാനെ, ഇസ്സത്ത് നൽകണേ തമ്പുരാനെ, ഈ സമൂഹത്തിന് നീ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ഇങ്ങോട്ട് എത്തിച്ചേർന്ന ഓരോ ചവിട്ടടിക്കും ഞങ്ങൾക്ക് സ്വർഗം പകരം നൽകണേ റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. الحمد لله رب العالمين. السلام عليكم ورحمة الله.